രാമതത്വത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഇന്നലെ ഭഗവാന്റെ രാമനും അയോധ്യയിലുള്ള എല്ലാ ആളുകളും സരയൂ നദിയില് ജലസമാധിയാവാനായിട്ട് എത്തുകയാണ്. അപ്പൊ ജലസമാധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജലത്തില് തന്റെ പ്രാണന് ജീവനെ ഉപേക്ഷിക്കുക, ശരീരത്തെ ജലത്തിൽ ഉപേക്ഷിക്കുക. അതിനു മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഈ പറഞ്ഞ ഉത്തരഖണ്ഡത്തില് പ്രധാനമായിട്ടുണ്ട്. അതിലൊന്ന് ശംഭൂകൻ എന്ന് പറയുന്ന ഒരു ശൂദ്രൻ. അപ്പോ എന്താണ് ആ ശംഭൂകന്റെ കഥ എന്ന് ജസ്റ്റ് 2 ലൈൻ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ശംഭൂകന്റെ ഇതിലോട്ട് പോവാം. രാമന്റെ രാജ്യത്ത് അയോധ്യയില് ശംഭൂകൻ എന്ന് പറഞ്ഞൊരു ശൂദ്രൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് നമുക്ക് ഓരോ യുഗങ്ങളിലും നമുക്ക് ഓരോ തപസ്സിന്, ധ്യാനം, ഹോമം എന്നുള്ളതൊക്കെ ഓരോ വിഭാഗത്തിന് ബ്രാഹ്മണര്, വൈശ്യര്, ശൂദ്രര് എന്നിങ്ങനെ ക്ഷത്രിയര് ഇങ്ങനെ തിരിച്ചിരുന്നു. അപ്പൊ ആദ്യം നമ്മുടെ സത്യയുഗത്തിലൊക്കെ നമുക്ക് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ബ്രാഹ്മണർക്ക് മാത്രമേ ഈ പറഞ്ഞ യാഗഹോമാദികള് തപസ്സിനൊക്കെ അനുവദിച്ചിരുന്നുള്ളൂ. രണ്ടാമത്തെ യുഗത്തിൽ വന്നപ്പോ ക്ഷത്രിയരും ബ്രാഹ്മണരുമായി. മൂന്നാമത്തെ യുഗത്തിൽ വന്നപ്പോ ക്ഷത്രിയരും ബ്രാഹ്മണർക്കും വൈശ്യർക്കുമായി. നാലാമത്തെ യുഗത്തിൽ, ഈ കലിയുഗത്തിൽ മാത്രമാണ് 4 ജാതികൾക്കും ഹോമ തപസ് ചെയ്യാനുള്ള അനുവാദമുള്ളത്. ബിക്കോസ് കലി എന്ന് പറയുന്നത് എല്ലാരും ജാതി ഭേദമന്യേ ഈ കലി ബാധ എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഏക്കും. അതുകൊണ്ട് ഈ വംശത്തിന് തന്നെ നാശം സംഭവിക്കും. നമുക്ക് എന്താ പറയാ, കലിയുടെ ഒരു പ്രാഗൽഭ്യം കാരണം നമുക്ക് പറയാം കാർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞൊരു ദോഷം ഉണ്ടാകും. എന്നുവെച്ചാൽ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും നമുക്കൊരു ആദരവോ പ്രത്യേകിച്ച് യാഗഹോമാദികളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൈകല്യങ്ങള്, താളപ്പിഴകള്, പ്രത്യേകിച്ച് ഒരു ജാതിയായിട്ട് നിലനിൽക്കാൻ കലിയുഗത്തിൽ പറ്റില്ല. നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട് ഈ ജാതി വ്യവസ്ഥതയൊക്കെ തകിടം മറിച്ചുകൊണ്ട് എല്ലാം തമ്മില് കലരും. പ്രത്യേകിച്ച് ഒരു ജാതിയെ നമുക്ക് പിന്നെ കലിയുഗത്തിന്റെ അവസാനത്തിൽ കണ്ടെത്താൻ പറ്റില്ല. 2 ജാതിയേ ഉണ്ടാവുള്ളൂ, പുരുഷനും സ്ത്രീയും. ബാക്കി അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഒരു അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹത്തിലൂടെയും മറ്റും ആ ഒരു ജാതി കലർന്നു പോകും. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ കലിയുഗത്തില് എല്ലാവർക്കും തപസ് ചെയ്യാം. പക്ഷെ മറ്റത് വളരെ നിഷ്കർഷയായിരുന്നു. ഇന്ന ജാതിക്കാർ ഇന്ന യുഗത്തിൽ ചെയ്യാവുന്ന. അപ്പൊ ദ്വാപര യുഗത്തില് ശരിക്കും പറഞ്ഞാല് ശൂദ്രന് തപസ് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ കണ്ടു, ആദ്യത്തെ ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്. അപ്പൊ വൈശ്യന്മാർക്ക്, ഈ 3 കൂട്ടർക്ക് മാത്രമേ ഈ പറഞ്ഞ ത്രേതായുഗത്തില് രാമന്റെ സമയത്ത് തപസ് ചെയ്യാൻ പാടുള്ളൂ. തപസ് എന്ന് പറഞ്ഞാല് യാഗം, ഹോമം, തപസ് ഇതെല്ലാം അതിനകത്ത് വരും. പ്രത്യേകിച്ചുള്ള എന്താ പറയാ ബാഹ്യമായിട്ടുള്ള യാഗങ്ങളൊക്കെ ചെയ്തിട്ട് പൂജകളൊക്കെ ചെയ്ത് തപശ്ചര്യ അനുഷ്ഠിക്കുക. അത് ശൂദ്രന് പറഞ്ഞിട്ടില്ല. കാരണം ശൂദ്രൻ ബാക്കിയുള്ളവരെയൊക്കെ സേവിക്കുന്നവരാണ്, അവർക്ക് ബ്രഹ്മജ്ഞാനം പാടില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു അന്നത്തെ ഇത്. അപ്പൊ ഈ അന്നത്തെ നിയമങ്ങള്. അപ്പൊ ഈ ശംഭൂകൻ എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ശൂദ്രനായിരുന്നു. അദ്ദേഹം ആരും അറിയാതെ എന്താ പറയാ വളരെയധികം തന്റെ ആത്മജ്ഞാനത്തിന് വേണ്ടി തപസ്സിന് ഏർപ്പെട്ടുവെന്നും, അപ്പൊ അവിടെ ആ രാജ്യത്തിൽ തന്നെ അയോധ്യയില് വളരെ രാമരാജ്യം എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അധർമ്മവും നടക്കില്ല. വളരെ ധാർമ്മികമായിട്ടുള്ള ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് അധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. കാരണം ഒരു ബ്രാഹ്മണന്റെ ഒരു കുട്ടി, മകൻ പെട്ടെന്ന് മരിക്കുകയാണ്. ബ്രാഹ്മണരുടെ കുട്ടിക്ക് മരിച്ചുകൂടാ എന്നൊന്നും ഇല്ല. എന്നാലും സാധാരണ വളരെ ആരോഗ്യവാനായിട്ടിരുന്ന ഒരു കുട്ടി, ഈ ശംഭൂകൻ തപസ് ചെയ്യുന്നതിന്റെ അടുത്തായിരുന്നു ബ്രാഹ്മണന്റെ ഗൃഹം. അപ്പൊ ഈ കുട്ടി പെട്ടെന്ന് മരിക്കുകയാണ്. അപ്പൊ ബ്രാഹ്മണൻ അതിന് കാരണം കണ്ടെത്തുകയാണ്. ഈ പറഞ്ഞ എന്താ പറയുക ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കുകയോ അവരുടെ അടുത്ത് താമസിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ അവര് യാഗ തപസ്സൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് ഇവരെ ചെയ്യുന്നത് ദോഷമാണ്. മനുഷ്യകുലത്തിലെ ജാതിയുടെ വ്യവസ്ഥയിൽ ഇരിക്കുന്ന കുറെ പേർക്ക് താഴെയുള്ളവർ ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രാഹ്മണൻ തന്റെ മകൻ മരിച്ചപ്പോ അതിന്റെ കാരണം കണ്ടെത്തിയത് എന്താ? പെട്ടെന്ന് ആരോഗ്യവാനായിട്ടിരുന്ന എന്റെ മകൻ മരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തോ കാരണമുണ്ട്. അന്വേഷിച്ചപ്പോ ഈ ശംഭൂകൻ വളരെ തപശ്ചര്യയില് ഏർപ്പെട്ടിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം രാജധാനിയിലെത്തി രാമന്റെ അടുത്ത് വിവരം പറയുകയാണ്. അങ്ങ് വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു ഭരണം നടത്തുന്ന അങ്ങ് എന്താണ് ഈ ഇവിടെ നടക്കുന്നതെന്ന് അങ്ങ് അറിയുന്നുണ്ടോ? ഒരു ശൂദ്രൻ തപസ് ചെയ്യാണ്. നമ്മൾ വിചാരിക്കും എന്തോ ഒരു വലിയ തെറ്റാണ് പറയുന്നത്, മനുഷ്യകുലത്തിൽ എങ്ങനെ ജാതിയും വർണ്ണവും വെച്ച് നമുക്ക് ധരിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് അത് ഉണ്ടായിരുന്നു. അത് അപ്പൊ രാമന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ രാമൻ തന്റെ മന്ത്രിയൊക്കെ അയക്കുന്നു. എന്താണ് കാരണമെന്ന് തിരക്കുന്നു. നോക്കുമ്പോ പറഞ്ഞത് സത്യമാണ്.
അപ്പൊ ശംഭൂകൻ എന്ന് പറഞ്ഞ ഒരു ശൂദ്രൻ തപസ് ചെയ്യണം. അപ്പൊ രാമൻ പറയാണ്, ശംഭൂകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, തപസ് ചെയ്തെങ്കിൽ ശംഭൂകന്റെ തല വെട്ടിക്കളയുക എന്ന് പറയുകയാണ്. അപ്പോ സാധാരണ ഗതിയിൽ ഏത് മനുഷ്യ ജാതിയിൽപ്പെട്ട, ജാതി മതത്തിനപ്പുറം നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താ, നമ്മൾ ഈശ്വരനിൽ നിന്നല്ലേ വരുന്നത്? ആ ഒരു ജാതി വെച്ചിട്ടാണോ ഈശ്വരനെ അറിയുന്നത്? അതോ നമ്മുടെ ആ ബോധത്തിന്റെ ആ ഒരു കോൺഷ്യസ് ലെവൽ വെച്ചിട്ടാണോ? എന്താ രാമൻ ഇത്രയും ധർമ്മമായിട്ടിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു ആജ്ഞ കൊടുത്തത്? ആ രാമരാജ്യത്ത് തപസ് പാടില്ല എന്നാണോ? അവിടെ ജാതി വ്യവസ്ഥിതിയാണോ? ഒരു രചകൻ പറയുന്ന കേട്ടിട്ട് തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചു ഇദ്ദേഹം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വളരെ എന്താ പറയുക, തെറ്റായിട്ട് അധർമ്മം ഒരു കാര്യങ്ങൾ ചെയ്യണ ശരിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകള് ഈ രാമനെ വിമർശിച്ചു. അതാണ് ശംഭൂകൻ എന്ന ശൂദ്രൻ തപസ് ചെയ്ത കഥ എന്ന് പറഞ്ഞത്. രാമനെതിരെ ഇപ്പൊ നമ്മള് 2-3 കാര്യങ്ങൾ കണ്ടു ഇല്ലേ? രാമൻ ബാലിയെ ഒളിയം പെയ്ത് പോയി കൊന്നു. അത് ഇന്നും തർക്ക വിഷയമാണ്. എന്തിനു കൊന്നു? അപ്പൊ അതിന്റെ കാരണങ്ങളെല്ലാം നമ്മൾ താത്വികമായിട്ട് കണ്ടറിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് അഗ്നിപ്രവേശം ചെയ്ത് തന്റെ കൂടെ താമസിച്ച സീതയെ, 3 വർഷം താമസിച്ചിട്ട് ഗർഭിണിയായ സീതയെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? അതും നമ്മൾ കണ്ടു. ആ ഒരു ബോധത്തില്, ആ ഒരു തലത്തിലേക്കുള്ള യാത്രയില് തന്റെ പ്രകൃതിയും തന്റെ തൽപ്പത്തിനെയും ഞാൻ എന്ന് എന്റെ കൂടെ വെച്ചിരിക്കുന്ന എന്തിനൊക്കെ ഞാനാണ് എന്ന് കരുതുന്നോ, എന്റേതാണെന്ന് കരുതുന്നോ, അതിനൊക്കെ ഒരു തലത്തിൽ നമ്മൾ സന്തോഷപൂർവ്വം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ വൈകുണ്ഠ പ്രാപ്തി ഉണ്ടാവൂ. കുണ്ഠിതങ്ങളില്ലാത്ത നഗരത്തിലേക്ക് തനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് രാമൻ മനുഷ്യജന്മത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ വളരെയധികം രാമന് വിമർശനം നേടിയ ഒരു കഥയാണ് ശംഭൂകന്റെ കഥ. അത് വളരെയധികം നമുക്ക് സാധനാ തലത്തിൽ നമ്മളൊന്ന് അറിയേണ്ടതാണ്. കാരണം സാധകനെ സംബന്ധിച്ച്, അപ്പൊ സാധകൻ എന്ന് പറയുന്നത് ശരീരം കൊണ്ട്, ജന്മം കൊണ്ടാണോ തന്റെ കർമ്മം കൊണ്ടാണോ ആ ഒരു വിധിയെ മറികടക്കേണ്ടത്, തന്റെ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കേണ്ടത് നമ്മൾ അറിയണം. അപ്പോ ആ ഒരു ബ്രാഹ്മണനെ തപസ് ചെയ്യാവൂ എന്നൊക്കെ നാം തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? ബ്രാഹ്മണനെ തപസ് ചെയ്യുക, ബ്രഹ്മത്വം, ആരാണ് ബ്രാഹ്മണൻ എന്നൊക്കെ നമ്മൾ നന്നായിട്ട് അറിയണം. നമുക്കറിയാം ബ്രഹ്മത്തില് എപ്പോഴാണോ അഥ ബ്രഹ്മ ജിജ്ഞാസ എന്നാണ്. ഏത് മനുഷ്യന്റെ ഉള്ളിലാണോ താൻ ആരാണ് എന്ന ചോദ്യം, അതായത് എപ്പോഴാണ് ചിത്തശുദ്ധി വരുന്നത്, ആ നമ്മളെല്ലാം ശരിക്കും പറഞ്ഞ ചിത്തശുദ്ധി വന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിത്തശുദ്ധി വന്ന ഒരു ജീവന് മാത്രമേ താൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി, ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇതിന്റെ പിന്നിൽ എന്താണ്, ഈ മായയുടെ മൂടുപടം ഇട്ടിരിക്കുന്നതിന്റെ പുറകിൽ ഏതോ ശക്തി ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുകയും അത് അറിയാനായിട്ട് ഒരു സ്വയം എഫേർട്ട്, അതിനെയാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. ആ ഒരു എഫേർട്ട് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ചിത്തശുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ചിന്തകൾ തന്നെ വരുള്ളൂ. ഇതാണ് സത് ചിന്തകൾ എന്ന് പറയുന്നത്. സത്തിനെ അറിയാനുള്ള ചിന്തകൾ. അപ്പൊ ആ ചിത്തശുദ്ധി വന്നവർക്ക് മാത്രമേ സാധനാ തലത്തിൽ കയറാൻ പറ്റൂ. ചിത്തശുദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞാലും അവിടെ നേരത്തെ ഉള്ള വാസനകൾക്ക് ചില എന്താ പറയാ ഏറ്റക്കുറച്ചിലുകൾ വെച്ച് നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. അതാണ് ആ ഒരു എന്താ പറയാ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. വേണോ വേണ്ടയോ, അതിൽ ഉറച്ചു നിൽക്കണോ വേണ്ടയോ എന്നൊക്കെ. സാധാരണ ഒരുവിധമെങ്കിലും ഒരു 60-70% ചിത്തശുദ്ധി വരാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനോ അറിയാനോ അഥ ബ്രഹ്മ ജിജ്ഞാസ, എന്താണ് ബ്രഹ്മം, എവിടെ നിന്ന് ഞാൻ വന്നു, ആ ചോദ്യം ഉള്ളിൽ വരില്ല. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മത്തെ അറിയാൻ ഇറങ്ങി പുറപ്പെടുന്ന ആള് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ പൂണൂലിട്ടത് ആളെന്നുള്ള ആ ഒരു ജാതി വർണ്ണം അവിടെ വരുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന് മുമ്പേ തന്നെ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. എന്താ, ഒരു ബ്രാഹ്മണന്റെ, ഭാഗവതത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അർജുനൻ ഒരു ബ്രാഹ്മണന്റെ 10 കുട്ടികൾ മരിക്കുന്നത് രക്ഷിക്കാനാവാതെ എന്താ, അപ്പം ആ ഓരോ കുട്ടി മരിക്കുമ്പോഴും ബ്രാഹ്മണൻ ചെന്ന് അർജുനനോട് പരാതി പറയുന്നു, അർജുന എനിക്ക് എന്റെ കുട്ടി മരിക്കുന്നു, എനിക്ക് അറിഞ്ഞൂടെ, ജനിച്ച ഉടനെ ഈ കുട്ടി എന്താ ഇങ്ങനെ മരിക്കുന്നത്, എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറയുന്നു. അപ്പൊ ഓരോ പ്രാവശ്യം അർജുനൻ പറയുന്നു, നീ വിഷമിക്കണ്ട, ഞാൻ രക്ഷിക്കാന്ന് പറയണു. ഓരോ പ്രസവ സമയത്തും അർജുനൻ വന്ന് വെളിയില് കാവല് നിൽക്കുന്നു. പ്രസവിച്ച കുട്ടി ഉടനെ തന്നെ മരിച്ചു പോകുന്നു. ഓരോ പ്രാവശ്യം പുള്ളി വന്ന് നിന്നിട്ടും ഒന്നും രക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 10ാമത്തെ കുട്ടി. അപ്പൊ അർജുനന് ഭയങ്കരമായിട്ട് കുറച്ചിലായി. ഞാൻ രക്ഷിക്കാം. കൂടെയുള്ള ആ ഗോവിന്ദനെ മറന്നുപോയി, കൂടെയുള്ള തന്റെ സഖാവായിട്ടിരിക്കുന്ന മാധവനെ മറന്നുപോയി, കൃഷ്ണനെ മറന്നുപോയി. കൃഷ്ണൻ ഉണ്ടെങ്കിൽ എനിക്ക് രക്ഷിക്കാന്നല്ല പറഞ്ഞത്, ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ മിണ്ടാതെ കയ്യും കെട്ടി നിന്നു. അപ്പൊ ഇദ്ദേഹം ഇത് കൃഷ്ണനോട് പറയുന്ന പോലും ഇല്ല, ഞാൻ ഇങ്ങനെ രക്ഷിക്കാൻ പോവുകയാണെന്ന്. അതാണ് നമ്മൾ ഏത് കാര്യവും ഈശ്വരാനുഗ്രഹം ഇല്ലാതെ പൂർത്തീകരിക്കാന്ന് വിചാരിച്ച തെറ്റാണ്. അവിടെ ഈശ്വരന്റെ ഒരു കരസ്പർശം ഇല്ലെങ്കിൽ ഒരു കാര്യവും മംഗളകരമായിട്ട് നടക്കില്ല. തന്റെ കൂടെ തന്റെ തേരാളിയായിട്ട് സഖാവായിട്ട് എല്ലാത്തിനും കൂടെ നിറഞ്ഞ കൃഷ്ണനോട് ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു ബ്രാഹ്മണന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഈ പറഞ്ഞ അർജുനൻ തന്റെ ശക്തിയില്, തന്റെ അമ്പില്, തന്റെ ആ ഒരു
എന്താ പറയാ ധനുർവിദ്യയിലുള്ള ആ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഇതെനിക്ക് രക്ഷിക്കാനേ ഉള്ളൂ, എന്തിനാ കൃഷ്ണന്റെ ഒരു സഹായം, ഞാൻ രക്ഷിക്കാം, എന്തിനാ ഈ ചെറിയ കാര്യത്തിനൊക്കെ അദ്ദേഹത്തിനെ വിളിക്കണം. ഒരു മരണം, ഒരു കുഞ്ഞിന്റെ മരണം അതിൽ നിന്ന് രക്ഷിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഒരു ജീവന്റെ യാത്ര അത് ആർക്ക് പറ്റും? ജീവനെ കൊടുക്കുന്ന ഈശ്വരന് മാത്രം. ആ ഈശ്വരന് മാത്രം തന്റെ സ്വേച്ഛയ്ക്ക് മാറ്റാനും ചെയ്തത് ചെയ്യാനും മാറ്റിച്ചതിനും ഒക്കെ കഴിവുള്ള ഒരേ ഒരു ശക്തിയെ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ളത് ഈശ്വര ശക്തിയാണ്. അത് തിരിച്ചറിയാതെയാണ് അർജുനൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓരോ കുട്ടി മരിച്ചപ്പോഴും അർജുനന് ഭയങ്കര നാണക്കേടായി. ആദ്യം പറയാത്ത കാരണം പിന്നെ പറയാനും പറ്റിയില്ല. അങ്ങനെ 10ാമത്തെ കുട്ടിയായപ്പോ പറഞ്ഞു, ഇനി അർജുനനിലുള്ള വിശ്വാസം നശിച്ച് ബ്രാഹ്മണൻ പറയുകയാണ്, അതാ ഇനി അർജുന എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ എത്ര എണ്ണം പറഞ്ഞു, ഇപ്പൊ 9 കുട്ടികൾ മരിച്ചു, 10ാമത്തെ ഡെലിവറി പ്രസവം നടക്കാൻ പോവാണ്, ഇനിയും നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അപ്പൊ അർജുനന് ഭയങ്കരമായിട്ട് നാണക്കേടായിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഈ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാന്ന് പറയാണ്, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെയുള്ള ഒരാൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തീയൊക്കെ കൂട്ടി റെഡിയായി നിൽക്കുകയാണ്, ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ആ 10ാമത്തെ പ്രസവം കഴിഞ്ഞു, ജനിച്ച ഉടനെ വയറിൽ അനങ്ങിയിരുന്ന കുഞ്ഞ് പുറത്തു വന്ന ഉടനെ മരിച്ചു കിടക്കുകയാണ്. അപ്പൊ ആ ബ്രാഹ്മണൻ കുഞ്ഞിനെ എടുത്ത് ആ പറഞ്ഞ അർജുനന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, അർജുന നീ വലിയ വില്ലാളി വീരനാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ഒരുപാട് വീമ്പളക്കിയില്ലേ, ഇതാ കണ്ടില്ലേ എന്റെ 10ാമത്തെ കുഞ്ഞ് മരിച്ചു, ഇനി നീ ഇവിടെ ജീവിച്ചിരിക്കണേൽ അർത്ഥമില്ല, നീ പായോപവേശം ചെയ്യൂ, നീ നീ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. കയ്യും കെട്ടി ചിരിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുകയാണ് കൃഷ്ണൻ. അപ്പോഴാണ് അദ്ദേഹം ആ രംഗപ്രവേശം ചെയ്യുന്നത് തന്നെ. അപ്പൊ അർജുന എന്താ ഈ നടക്കുന്നത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നേരത്തെ നിന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചു, എന്താ അർജുന ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കണത്, നീ എന്തിനാ ഈ ഒരു തീയൊക്കെ കൂട്ടിരിക്കണ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അർജുനന് ഭയങ്കര നാണക്കേടായി, ഭഗവാനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത് ആദ്യത്തെ കുഞ്ഞ് മരിച്ചു, ഞാൻ വിചാരിച്ചു അങ്ങയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. അപ്പോ 2ാമത്തെ കുഞ്ഞും ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ അവസാനത്തെ കുഞ്ഞ് ഞാനൊരു വാക്ക് പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ കൃഷ്ണൻ, അർജുന എല്ലാത്തിനും നീ എന്നെ സഖാവായിട്ട് കൂട്ടി, നിന്റെ തേരിന് ഞാൻ എന്താ പറയുക തേരാളിയായി, എന്നിട്ട് ഒരു വാക്ക്, നീ എല്ലാ കർമ്മങ്ങളും എൻ്റെ അടുത്ത് പറയാറുണ്ടല്ലോ, നീ ഒന്നും എൻ്റെ അടുത്ത് ഒളിച്ചു വെക്കാറില്ലല്ലോ, ഈ ഒരു ജീവനെ രക്ഷിക്കുന്ന കാര്യം അത് നിസ്സാര കാര്യമാണോ അർജുന? നീ ഒരു പ്രാവശ്യം എന്നെ ഗോവിന്ദനായിട്ടോ ഒരു എല്ലാവരുടെ ഉള്ളിലും വസിക്കുന്ന വാസുദേവനായിട്ടോ നീ കണ്ടില്ലല്ലോ. ഒരു വാക്ക് നീ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലേ നിന്റെ സഹായത്തിനെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് അർജുനന് തിരിച്ചറിയുന്നത്, ഈ പറഞ്ഞ തന്റെ കൃഷ്ണരൂപം ധരിച്ചിരിക്കുന്ന യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന സാക്ഷാൽ വാസുദേവനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വരൂപ ദർശനം കണ്ടതാണ് അർജുനൻ. പക്ഷെ കാലക്രമത്തില് അതും മറന്നുപോയി. നമ്മളെല്ലാം ജന്മം കൊണ്ട് മറവിയുടെ ആ ഒരു നീരാളി പിടുത്തത്തില് നമ്മളെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരനെ മറന്നുപോകും. അതാണ് സംഭവം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആ ശരീരത്തിലെ തന്റെ പ്രായവും തന്റെ പണത്തിന്റെ ആ ഒരു ശക്തിയും ശരീരത്തിന്റെ ശക്തിയും എല്ലാം കൊണ്ട് വിചാരിക്കും എന്നെ കൊണ്ട് സാധിക്കുന്നു ഒരു കാര്യം പോലും. ആ ഒരു എങ്ങനെയാണോ ഒരു വീട് കഴുക്കോലില്ലെങ്കിൽ അതിന്റെ മേൽക്കൂര തകർന്നു വീഴുന്നത്, അതുപോലെ ഏത് കർമ്മത്തിനും ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരന്റെ സഹായമില്ലെങ്കിൽ, ഈശ്വരന്റെ കരസ്പർശമില്ലെങ്കിൽ, അത് നമ്മൾ സ്മരിച്ചില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞെ ഒന്ന് ഭഗവാനെ പ്രാർത്ഥിക്കൂ, ഒന്ന് പൂജാമുറി തുറക്കണ്ട, നീ പുറത്തു നിന്നൊന്ന് തൊഴുതിട്ട് പോകൂ. ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പറയും മാർക്ക് കിട്ടണം, നമുക്ക് അവിടെ കൊടുക്കൽ വാങ്ങലാണ് ഈശ്വരനോട്. അങ്ങനെയല്ല, രാവിലെ എഴിക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നിടം വരെയുള്ള ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം, അത് നീ അർജുന നീ മറന്നുപോയില്ലേ? നിന്നെ സദാ രക്ഷിക്കാനല്ലേ നിന്റെ കൂടെ ഞാൻ നടക്കുന്നത് സഖാവായിട്ട്. അതെന്തുകൊണ്ട് നീ അങ്ങനെ മറക്കുന്നു? സാരമില്ല, നീ വിഷമിക്കണ്ട, നീ മറന്നാലും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് ഈശ്വരൻ. നമ്മൾ പലപ്പോഴും മറന്നുപോകും. നമ്മൾ പലപ്പോഴും ആ ഒരു നന്ദി പ്രകാശമൊക്കെ ചെയ്യാൻ മറന്നുപോകും. എവിടെ നിന്ന് വന്നു? നമ്മുടെ സ്വധാമം നമ്മൾ മറന്നെന്നിരിക്കും. കാരണം ഈ വലിയ പറയാ ആകർഷിക്കപ്പെടുന്ന പല വസ്തുക്കളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, അതിന്റെ പുറകെ പാഞ്ഞു നടക്കും. പക്ഷെ അത് മറന്നു പോവരുത്. അതാണ് കൃഷ്ണൻ പറയുന്നത്. നീ വരൂ, നിന്റെ ഈ 10 കുട്ടികളെയും നീ അങ്ങനെ ഒരാളുടെ മുമ്പിലും പരാജയപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്നെ എന്ന് സഖാവായിട്ട് സ്വീകരിച്ചോ, ഞാൻ യഥാർത്ഥത്തിൽ നിന്റെ സഖാവ് തന്നെയാണ്. സഖാവ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മുടെ ഇഷ്ടമുള്ളപ്പോഴും ഐശ്വര്യം വരുമ്പോഴും മാത്രമുള്ള കൂട്ടുകാരാണോ? അല്ല, സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൈപിടിച്ച് ഉയർത്തുന്നത്, നമുക്ക് വിഷമം വരുമ്പോൾ നമ്മളെ താങ്ങുന്നത്, നമ്മളെ ചുമലിലേറ്റി നടക്കുന്നത്. അല്ല, ആ സന്തോഷം വരുമ്പോൾ നമുക്ക് ഐശ്വര്യത്തിലൂടെ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കുന്നത്. അവസാനം തന്റെ കർമ്മത്തിന്റെ ക്ഷയം വരുത്തി ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതാണ് യഥാർത്ഥ സഖാവ് എന്ന് പറയുന്നത്. സഖി, സഖാവ്, കൂടെ ഉള്ളവൻ, പിരിയാത്തവൻ, നമ്മുടെ
പിരിയാത്ത സുഹൃത്ത് ആരാണ്? നമ്മുടെ അന്തർയാമി തന്നെയാണ്. ആ ഒരു ജീവാത്മാവായിട്ടിരിക്കുന്ന സാക്ഷാൽ ആ മഹാത്രിപുര സുന്ദരി നമ്മുടെ അമ്മ. ആ അമ്മ നമ്മുടെ കൈ പിടിച്ച് ഏത് നേരവും നടത്തുന്നുണ്ട്. അപ്പൊ ആ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു നന്ദി പ്രകാശനം ചെയ്യാം. എന്ത് കാര്യം ചോദിക്കുമ്പോഴും ആ പാദത്തിൽ തൊട്ടൊന്ന് വന്ദിച്ചിട്ട് ചെയ്യാം. കാരണം എന്തിനേം ആ ഒരു അക്ഷരത്തെറ്റുകൾ വന്നാലും, ആ ഒരു എന്താ പറയാ സാക്ഷരത ഇല്ലാതെ പ്രവർത്തിച്ചാലും, ആ ഒരു എന്താ പറയാ ആ നശിക്കാത്ത നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ശക്തി എല്ലാം ക്ഷമിച്ചിട്ട് പറയും സാരമില്ല. ആ ഒരു വാക്ക്, ആ ക്ഷമിക്കാനുള്ള ഒരേ ഒരു കഴിവ് ഈശ്വരന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കുകയോ നമുക്ക് തിരിച്ച് ഓരോന്ന് പകരം വീട്ടുക അല്ല ചെയ്യുന്നത്. നമ്മുടെ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചു പോവാണ്. അപ്പോൾ സാരമില്ല, ക്ഷമിക്കൂ, ഞാൻ ചെയ്തു തരാമെന്ന് പറയണ ഒരു ഈശ്വരീയ ശക്തി. കൃഷ്ണൻ കൂടെ പോവുകയും ഈ പറഞ്ഞ അർജുനനെയും ബ്രാഹ്മണനെയും ഒക്കെ കൊണ്ടുപോയി വൈകുണ്ഠത്ത് ചെന്ന് ഈ 10 കുട്ടികളും അവിടെ ഇരിക്കുന്ന കാണുകയാണ് വിഷ്ണുവിന്റെ അടുത്ത്. അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ. അപ്പൊ ബ്രാഹ്മണന് മനസ്സിലായി തന്റെ കുഞ്ഞുങ്ങളെന്ന് താൻ അഭിമാനിച്ച് തന്റെ ഭാര്യയുടെ ഗർഭത്തിലൂടെ പുറത്തു വന്നതൊക്കെ സാക്ഷാൽ ഈശ്വര ചൈതന്യങ്ങളാണെന്നും അവരുടെ വാസം വൈകുണ്ഠത്താണെന്നും ആ ഒരു ബോധത്തിന്റെ ഒരു വ്യത്യാസം ബ്രാഹ്മണന് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ ഒരു ബ്രഹ്മത്തിലേക്ക് ചലിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മള് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ ശൂദ്രൻ എന്നത് മനുഷ്യൻ. എന്താ ശൂദ്രൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ തലകീഴായി പറക്കുന്നവൻ എന്നാണ് അർത്ഥം. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ദാസ്യവൃന്ദങ്ങൾ. ദാസ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു 3 തലങ്ങളെയും സേവിക്കുന്നവൻ എന്ന് ഈ നമ്മൾ സാധാരണ അറിവില്ലാത്തവർ പറയും. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും സേവിക്കുന്നവനാണ് ശൂദ്രൻ. അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞാല് ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഗർഭപാത്രത്തിൽ നിന്ന് താഴോട്ട് വരുന്നത്? ആ ഭൂമിയിൽ നിന്ന് നമ്മളെ ഒരിടത്തുനിന്ന് മേളിലോട്ടുനിന്ന് താഴെ ചാടുമ്പോൾ നമ്മൾ ആലോചിച്ചു, ഒരു ടെറസിന്റെ മേളിൽ 14 നിലയുള്ള ഇല്ല 6-7 നിലയുള്ള ഒരു ടെറസ്, അത് തന്നെയല്ലേ നമ്മുടെ ശരീരം. ആ ഒരു ആജ്ഞാചക്രത്തിൽ നിന്ന് നമ്മൾ അവിടുന്ന് താഴോട്ട് ചാടുമ്പോൾ കാലുകൾ മേളിലും തല താഴോട്ടും. അങ്ങനെയല്ലേ നമ്മൾ ഭൂമിയിൽ വരണത് നേരെ. അല്ലാതെ കാല് മേളിൽ വെച്ച് തല മേളിലോട്ട് വെച്ച് വരാൻ പറ്റില്ല. ഒരു തലകുത്തനെ. അതാണ് ഉത്താനപാതം എന്ന് പറയുന്നത്. താഴോട്ട് ലക്ഷ്യമാക്കി, ഭൂമിയെ ലക്ഷ്യമാക്കി നമ്മൾ ഊർധ്വഗതി സഞ്ചരിക്കേണ്ട നമ്മുടെ കർമ്മങ്ങളുടെ ഗതി കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ തലകീഴായിട്ട്. അങ്ങനെ തന്നെയാണ് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കുട്ടിയുടെ തലയാണ് ആദ്യം പുറത്തു വരുന്നത്, ആ കാല് പിന്നെ വരുള്ളൂ. അതായത് എന്തുകൊണ്ട് ഈ കാല് വെച്ച് ചവിട്ടി മേളിലോട്ട് കയറേണ്ടതോ അത് നമുക്ക് തലകിഴിക്കണം പാടായിട്ട് തിരിച്ചു വരിക. എങ്ങോട്ട് ചവിട്ടി കയറിയോ അവിടെ നിന്ന് നേരെ വളരെ മിനിറ്റ് കൊണ്ട് കയറാൻ നല്ല പാടാ. പടി കയറാൻ നമുക്കറിയാലോ, സ്റ്റെയർ കേസ് കയറി പോവാൻ നല്ല ഒരു അധ്വാനം വേണം. പക്ഷെ താഴോട്ട് വരാനോ 1 സെക്കൻഡ്. 7ാമത്തെ നിലയിൽ നിന്ന് ടക്കെന്ന് താഴെ ചാടി അപ്പൊ തന്നെ മരിച്ചു കളയാം അല്ലേ. അതാണ് ആത്മഹത്യ. ആത്മാവിനെ ഹനിക്കാൻ പറ്റില്ല. അതൊക്കെ അറിയാമെങ്കിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഉത്താനപാദൻ എന്ന രാജാവ് ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ധ്രുവന്റെ അച്ഛനാണ്. നമ്മളെല്ലാം തന്നെ ജനിക്കുന്നത് ശൂദ്രനായിട്ടാണ്. നമ്മൾ തലകീഴായിട്ടേ മനുഷ്യന് ജനിക്കാൻ പറ്റൂ, അല്ലാതെ ഇങ്ങനെ നേരെ നിന്ന് ജനിക്കാൻ പറ്റില്ല. അപ്പോൾ അറിവില്ലാത്തവൻ, അതായത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അറിവില്ലാത്തത് കൊണ്ട് നമ്മള് മേളിൽ നിന്ന് താഴെ പതിച്ചവനെന്നേ അതിന് അർത്ഥമുള്ളൂ. അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഊർധ്വ മണ്ഡലത്തിൽ നിന്ന് നമ്മള് അധോ മണ്ഡലമായിട്ടിരിക്കുന്ന ഭൂമിയിലേക്ക് വീണു. അപ്പൊ എന്താ? അജ്ഞാനം. നമുക്ക് ആരെ സേവിക്കണം, എവിടെ നിന്ന് വന്നു, എന്ത് ചെയ്യണം എന്നുള്ള അറിവില്ല. അപ്പൊ എന്താ? ആര് വിളിച്ചാലും അവരെ സേവിക്കാൻ റെഡിയായിട്ട് നിൽക്കും. ആ പണ്ഡിതനോ പാമരനോ നമുക്ക് അവർക്ക് ഒരു എന്താ പറയാ പശുവിനെ എന്തിനെങ്കിലും സേവിച്ച് നമ്മുടെ ജീവിത വൃത്തി കഴിച്ചുകൂടുക. അതാണ് ശൂദ്രന്റെ നില. അവരെ സേവിക്കുക. അപ്പൊ അതായത് അജ്ഞാനമാണ് ശൂദ്രൻ. അതാണ് ശരിക്കും പറഞ്ഞ ആരെ സേവിക്കണം, എന്ത് സേവിക്കണം, എന്തിനെ സേവിച്ചാൽ നമുക്ക് ഊർധ്വഗതിയെ പ്രാപിക്കാം, ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ബ്രഹ്മതത്വത്തെ ഉൾക്കൊണ്ട് ബ്രഹ്മജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തവൻ ശൂദ്രൻ എന്നാണ് പറയുന്നത്. ശരിക്കും ഇപ്പൊ ശൂദ്രർക്കെല്ലാം അങ്ങനെയുള്ള ഒരു ജാതി വ്യവസ്ഥിതിയൊക്കെ നമ്മുടെ ഗുരുക്കന്മാര് വന്നെല്ലാം മാറ്റി. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികളെ എല്ലാരും വന്ന് ഇപ്പൊ ജാതി വ്യവസ്ഥിതി ഒന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ശൂദ്രന് തപസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഭഗവാൻ രാമൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അജ്ഞാനമാകുന്ന ശൂദ്രന്റെ തലവെട്ടു. എന്റെ രാജ്യത്ത് എല്ലാവരും ജ്ഞാനികളായിരിക്കണം, ബ്രഹ്മജ്ഞാനികളായിരിക്കണം. ബ്രാഹ്മണൻ എന്ന് ബ്രാഹ്മണനായിട്ട് ജനിക്കണം. അതായത് ആ മനുഷ്യന്റെ ശരീരത്തെ തലവെട്ടി മാറ്റുക എന്നല്ല പറഞ്ഞത്, ആ ഒരു അജ്ഞാനത്തെ മാറ്റും. ശംഭൂകൻ എന്ന് പറയുന്ന അദ്ദേഹം തപസ് ചെയ്തെങ്കിൽ അദ്ദേഹം എന്താ തപസ് ചെയ്യാൻ അർഹതയില്ലാത്തവനാണോ? അല്ല. തീർച്ചയായിട്ടും ഈ വരുന്ന ശൂദ്രന്മാരുടെ എല്ലാം ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കി ബ്രഹ്മജ്ഞാനം കൊടുക്കൂ എന്നാണ് രാമന്റെ ആ ഒരു കൽപ്പന.
അത് യഥാർത്ഥത്തിൽ ചെന്ന് ശംഭൂകന്റെ തല വെട്ടാനല്ല പറഞ്ഞത്. കഥയിൽ വരുമ്പോ ഈ പറഞ്ഞ എല്ലാം പൊലിപ്പിച്ച് പറയാന്ന് പറഞ്ഞ പോലെ ആ തെറ്റായിട്ട് രാമനെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുറെ കഥകളിൽ ചേർത്താണ്. ബ്രഹ്മം എന്നാലാണ് ജ്ഞാനം. അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ, ബ്രഹ്മത്തെ അറിയാന്ന് പറയുന്നത് തന്നെ എന്താ, ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ശൂദ്രൻ അജ്ഞാനത്തിന്റെ അപ്പോ ശൂദ്രനായിരിക്കുന്ന അജ്ഞാനത്തിന്റെ തലവെട്ടിയാൽ മാത്രമേ നമുക്ക് ബ്രഹ്മത്വത്തില് ബ്രാഹ്മണനായി തീരാൻ പറ്റൂ. അല്ലാതെ ശൂദ്രന് തപസ് ചെയ്യുവാൻ പാടില്ല എന്നല്ല. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ രാമരാജ്യത്ത് പാടില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ ശൂദ്രന്റെ തല വെട്ടിയപ്പോൾ ബ്രാഹ്മണന്റെ കുട്ടി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ശൂദ്രന്റെ അതായത് അജ്ഞാനത്തെ ഇല്ലാതാക്കിയപ്പോൾ ബ്രാഹ്മണന്റെ മരിച്ച കുട്ടി ജീവിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ശംഭൂകന്റെ തല വെട്ടിയപ്പോ ബ്രാഹ്മണന്റെ കുട്ടി, മരിച്ച കുട്ടി ജീവിച്ചു, അങ്ങനെ എവിടെയെങ്കിലും നടക്കോ? അത് കഥയ്ക്ക് കഥയായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. ഒരാള് തപസ് ചെയ്തപ്പോ വേറൊരാൾ, ജീവനുള്ള ആള് മരിച്ചു, വേറൊരാളെ കൊന്നപ്പോ ജീവനില്ലാത്ത മരിച്ചുപോയ ആള് ജീവിച്ചു. അങ്ങനെയല്ല, അതിന്റെ ആ ഒരു അന്വയം നമ്മൾ കാണേണ്ടത്. എപ്പോഴാണോ ആ ശൂദ്രൻ എന്ന് പറയുന്ന അജ്ഞാനത്തിന്റെ തല വെട്ടി മാറ്റിയപ്പോ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആളിന്റെ മരിച്ച കുട്ടി ജീവിച്ചു. അതായത് ജ്ഞാനത്തിന്റെ തല വെട്ടിയപ്പോൾ, അതായത് എപ്പോഴും ജനിക്കുമ്പോൾ തന്നെ ആ ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വം അല്ല, ബ്രഹ്മ ജിജ്ഞാസ, ആ ഒരു ബ്രഹ്മത്തെ അറിയാനുള്ള ആ ഒരു അറിവ് വന്നപ്പോ തന്റെ ശൂദ്രന്റെ നിലയിൽ നിന്ന് ആ തല മാറ്റിക്കളഞ്ഞു. ഇപ്പൊ എന്താ, ബ്രാഹ്മണന്റെ തല കിട്ടി, അതായത് ജീവൻ വെച്ചു എന്നർത്ഥം. ഇത് രണ്ടും നമ്മൾ ഉറപ്പിക്കണം. ശൂദ്രൻ എന്ന പശു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ആ പശുക്കളാണോ? അല്ല. അപ്പൊ എല്ലാത്തിനും അതാതൊക്കെ അർത്ഥം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒന്നും നമുക്ക് ഈ പറഞ്ഞ വേദാന്തം മനസ്സിലാവില്ല. കാരണം പശു എന്ന് പറഞ്ഞാല് ചിന്തിക്കാൻ കഴിവില്ലാത്തവൻ, മനനം ചെയ്യാൻ പറ്റാത്തവൻ മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ശൂദ്രൻ എന്ന പശു എന്ന് പറഞ്ഞാൽ അജ്ഞാനി, കണ്ണിൽ കണ്ടതുപോലെ ജീവിച്ച വ്യക്തി, ജീവിതം മുഴുവൻ വെറുതെ കളഞ്ഞ് ബ്രഹ്മം എന്താണെന്ന് അറിയാത്തവൻ, ജ്ഞാനം എന്താണെന്ന് അറിയാത്തവൻ, വിദ്യാവിഹീനൻ, ഇതൊക്കെയാണ് ശരിക്കും പശു, ശൂദ്രൻ എന്ന് പറഞ്ഞ അർത്ഥം. ഇന്നുള്ള ഒരുപാട് ഈ പറഞ്ഞ ബ്രാഹ്മണരാണെങ്കിലും, ബ്രാഹ്മണർക്ക് പിന്നെ ആ ഒരു ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പൂജകൾ ഉള്ളതുകൊണ്ട് അവര് കുറച്ച് വേദമന്ത്രങ്ങളൊക്കെ ജപിക്കും. അല്ലാത്ത വൈശ്യനും ഈ പറഞ്ഞ ക്ഷത്രിയനും അങ്ങനത്തെ ഒരു ജാതിയൊന്നും ഇല്ല. എല്ലാരും പല പല കർമ്മങ്ങളിലാണ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ശൂദ്രൻ എന്ന് പറഞ്ഞാല് അജ്ഞാനി, ആ ബ്രഹ്മത്തെ അറിയാത്തവൻ മാത്രം നമ്മൾ എടുത്താൽ മതി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രാഹ്മണൻ. അപ്പൊ നമ്മളെല്ലാം തന്നെ ഒരു ശൂദ്ര സമാനമായ ജീവിതം പോരാ, ബ്രാഹ്മണ്യം വേണം എന്ന് രാമൻ നിർദ്ദേശിച്ചു എന്ന് വേണം അതിൽ നിന്ന് എടുക്കാൻ. അപ്പൊ ബ്രാഹ്മണൻ എന്നാൽ പൂണൂൽ ഇട്ടവൻ എന്ന് മാത്രമല്ല, സാക്ഷരത ഉള്ളവൻ. സാക്ഷരത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞു ഇതിനകത്ത്. തന്റെ ഉള്ളിലെ രാക്ഷസന്മാരെ അകറ്റി നിർത്തിയിരിക്കുന്നവൻ ബ്രാഹ്മണൻ, അത് രാക്ഷസന്മാരെ കൊല്ലാൻ കഴിവുള്ളത്. അപ്പൊ ഭാഗവതത്തില് നമ്മള് ഭാഗവതത്തിൽ ഇതുമായിട്ട് ചേർന്ന വളരെ ഈ പറഞ്ഞ അർജുനന്റെ പോലെ വളരെ ഒരു ഇമ്പോർട്ടന്റ് കഥ നമ്മൾ കാണാറുണ്ട്. ജഡഭരതൻ എന്ന് പറഞ്ഞ ആള്, ജഡഭരതൻ നമുക്കറിയാം, ഈ മാനിനോട് സ്നേഹം വന്ന് ജന്മത്തിൽ പിന്നെ മാനായിട്ട് ജനിച്ചു, മാനിന്റെ ജന്മം കഴിഞ്ഞ് ജഡഭരതനായിട്ട് ജനിക്കുകയാണ്. ഈ പറഞ്ഞ ഭരതൻ എന്ന് പറഞ്ഞ രാജാവാണ്. അദ്ദേഹത്തെ എന്താ ആ പറഞ്ഞ കുറെ ആളുകള്, കുറച്ച് കാട്ടാളന്മാര് ബലിക്കായിട്ട് അദ്ദേഹത്തെ പിടിച്ചു. എന്ന് വെച്ചാൽ ഒന്നും മിണ്ടില്ല, ആരോടും മിണ്ടില്ല, തിന്നില്ല, കുടിക്കില്ല, കിട്ടിയെങ്കിൽ കിട്ടി, എവിടെയെങ്കിലും കിടന്നുറങ്ങും. തന്റെ ശരീരബോധമില്ലാതെ ജീവിച്ച ഒരാളാണ് ഈ പറഞ്ഞ ജഡഭരതൻ. അപ്പൊ ഈ ഭദ്രകാളിയുടെ ബലിക്കായിട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഇദ്ദേഹത്തെ. ആരും ചെല്ലില്ല അറിഞ്ഞുകൊണ്ട്, ഇയാളെ പിടിച്ചു കെട്ടി കൊണ്ടുപോവാണ് ജഡഭരതനെ. അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ആരാ? ഈ ജഡഭരതനെ ശൂദ്രനാണ് പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത്. അപ്പോ ശൂദ്ര പടയാളിയുടെ തല അപ്പോ അവിടെ ചെന്നപ്പോ ജഡഭരതന്റെ തലയാണോ ഭദ്രകാളി വെട്ടിയത്? അവിടെ ചെല്ലുമ്പോ ഹോമം നടക്കുകയാണ്, ഈ ജഡഭരതനെ കൊണ്ടുവന്ന് കൊല്ലാൻ വേണ്ടി നിർത്തുകയാണ്. അപ്പൊ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടുവെന്നും പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന ശൂദ്രന്റെ തല വെട്ടി എന്നാണ് ഭദ്രകാളി. അപ്പൊ ശൂദ്രന്റെ തല എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനത്തിന്റെ തല. ഒരാളെ ബലി കൊടുത്തിട്ടല്ല ജ്ഞാനം നേടേണ്ടത്. അവിടെ ശൂദ്രന് ഉള്ള പ്രയോഗം നമ്മൾ എടുത്തു കാണുന്നുണ്ട് ഭാഗവതത്തില്. അപ്പൊ ശൂദ്രൻ എന്ന് പറഞ്ഞാല് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവൻ, അജ്ഞാനി, അധപ്പതിച്ചവൻ, അതായത് തന്റെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് അറിയാത്തവൻ. അത് ഏത് ജാതിയിൽപ്പെട്ട ഒരു ബ്രാഹ്മണനും അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവൻ ശൂദ്രൻ തന്നെയാണ്. അവൻ ദാസ്യപ്പണി ചെയ്യേണ്ടവരാണ്. ബാക്കിയുള്ളവരുടെ അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് അജ്ഞാനം മാറുള്ളൂ. ഈ ജാതി അല്ല നമ്മളെ ഉയർത്തുന്നത്, നമ്മുടെ കർമ്മമാണ്, നമ്മുടെ ചിന്തകളാണ്, ജ്ഞാനമാണ്. ആ ഏത് മനുഷ്യനാണോ ഊർധ്വഗതിയിൽ ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുന്നവന് അവന് ദാസൻ എന്നുള്ള ആ ഒരു ജോലിയല്ല, അവൻ എല്ലാത്തിന്റെയും ദാസനാണ്, പ്രപഞ്ചത്തിന്റെയും ദാസനായി തീരും, ഭഗവാന്റെ ദാസനായിട്ട് തീരും. അല്ലാതെ ഒരു വ്യക്തിയുടെ അടിമപ്പണി ചെയ്യണോ, ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ചിട്ടെന്നുള്ള അല്ല.
അപ്പോ എന്താ ഒരു ആളിനെ ബലി കൊടുക്കണ ഈ എന്തിനാണ് ജഡഭരതനെ ബലി കൊടുക്കാൻ പോയെന്ന് വെച്ചാൽ ഒരാൾക്ക് കുട്ടി ഉണ്ടായില്ല. അപ്പൊ ആ കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഏതോ ജ്യോത്സ്യം പറഞ്ഞു വേറൊരാളെ ബലി കൊടുത്താൽ എന്തൊരു അജ്ഞാനാണെന്ന് ആലോചിച്ച് നോക്കൂ. തനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് വേറൊരാളിനെ ബലി കാളിക്ക് കൊടുത്താൽ കുട്ടി ഉണ്ടാവുന്ന. അപ്പൊ ഈ അജ്ഞാനത്തിന് ഇങ്ങനെയുള്ള വളരെ ബാലിശമായിട്ടുള്ള നമ്മളെ ഒരു 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 എന്താ പറയാ ജാതകമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ പിതൃക്കള് കോപിച്ചിരിക്കുകയാണ്, ബുധൻ അങ്ങോട്ട് നോക്കി, വ്യാഴം ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ആ ഗ്രഹങ്ങള് നമുക്കറിയാം, ഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യനെയും ചന്ദ്രനെയും പോലെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭ്രമണ പഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈശ്വരീയ ശക്തിയുടെ ആ ഒരു അട്രാക്ഷൻ ഫോഴ്സ് കൊണ്ട് അത് സഞ്ചരിക്കുകയാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ മാറ്റാനൊന്നുള്ള കഴിവില്ല. അതിൻ്റെതായിട്ടുള്ള ആ സമയം വരുമ്പോൾ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് അത് ആ ബ്രഹ്മാണ്ടത്തിന്റെ അതേ പതിപ്പാണ് പിണ്ടാണ്ടമായതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മനസ്സിന് മാറ്റങ്ങൾ വരുന്നല്ലാതെ ഈ ബുധനും ശുക്രനും ഒന്നും വന്ന് നമ്മളെ ഒന്നും ചെയ്യില്ല. അതിന്റെ ദശാകാലങ്ങളിൽ അതിന്റെ ചെറിയ ചെറിയ പതിപ്പ്, നമ്മുടെ ചെറിയ ഇൻഫ്ലുവൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്, പഞ്ചഭൂതങ്ങളിലുണ്ട്. ബിക്കോസ് എല്ലാ ഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരു കുറെ കാര്യമാണ്, എല്ലായിടത്തു നിന്നുമാണ് ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങള്, കാറ്റും വെളിച്ചവും സൂര്യനും എല്ലാം വരുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുത്ത് ശരീരം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചെറിയ ഒരു പെർസെൻറ്റേജ് നമ്മുടെ ശരീരത്തിലും കാണും. അതുകൊണ്ട് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. അല്ലാതെ എന്താ അത് കംപ്ലീറ്റ് ഇല്ലാതാക്കാനായിട്ട് ഒരു കുഞ്ഞില്ല, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി വേറൊരാളെ ബലി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആ പ്യുവർ ആയിട്ടുള്ള അജ്ഞാനമാണ്. ആ ഒരു അജ്ഞാനത്തെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. രാമായണം, ഭാഗവതം, എന്താ പറയാ മഹാഭാരതം എന്തായാലും നമ്മള് എല്ലാം അത് ആഹ്വാനം ചെയ്യുന്ന എന്താ, ശൂദ്രന്റെ അവസ്ഥയിൽ നിന്ന് ഉയരണം. ബ്രാഹ്മണൻ എന്ന പദവിക്ക് വേണ്ടി പൂണൂലിടണ്ട. എന്താ 3 നൂലുകളല്ല, ആ 3 നൂലുകൾ ഇട്ടാല് കാലക്രമേണ ശരീരം കുളിക്കാതിരിക്കുമ്പോഴും ഒക്കെ ഉള്ള അഴുക്കുകൾ പിടിക്കും, അതിന് പൊട്ടിപ്പോകും ഇല്ലേ. അത് യജ്ഞോപവീതമാണ്. അതാണ് നമ്മൾ ആവണി അവിട്ടം ദിവസം നമ്മൾ കാണുന്നത്, ബാഹ്യമായിട്ടിട്ട പൂണൂലിനെ മാറ്റുന്നത്. അഴുക്ക് പിടിക്കുമ്പോൾ വീണ്ടും മന്ത്രജപത്തോടുകൂടി പുതിയ നൂലെടുത്ത് ഈ പറഞ്ഞ ഗായത്രി മന്ത്രജപത്തോടുകൂടി അത് ധരിക്കുന്നു. നമുക്ക് ആ അജ്ഞാതമായിട്ട് നമ്മുടെ ഉള്ളിൽ 3 ത്രിപുടിയുണ്ട്, 3 പൂണൂലുകളുണ്ട്, 3 ഇഴകളുണ്ട്. അതാണ് നമ്മൾ അഴുക്ക് പിടിക്കാതെ നോക്കേണ്ടത്. എന്നിട്ട് എങ്ങനെയാ തനിയെ നമ്മുടെ ത്രിപുടി പൊട്ടിപ്പോകുന്നത്? ഈ അജ്ഞാനം ഇല്ലാതാവുമ്പോൾ നമുക്ക് അറിവ് കിട്ടും, അതിന് സംശയമില്ല. നമ്മള് പൂണൂലിടാതെ യജ്ഞം ചെയ്യുന്നവരാണ്. ഏത് ബ്രാഹ്മണനും പൂണൂലിടാതെ യജ്ഞം ചെയ്യണം. അതായത് അറിവ് കൊണ്ട് അറിഞ്ഞ് ആദിശങ്കരനെ പോലെ അവസാനം പൂണൂല് പൊട്ടിച്ചെറിഞ്ഞ് സന്യാസത്തിലേക്ക് കടക്കണം. സന്യാസം സമ്യക്കായിട്ട് നസിക്കണം. എല്ലാം ഈ പറഞ്ഞ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഏകമായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നുണ്ടായി നിലനിന്ന് അതിൽ തിരിച്ചു പോകണമെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്തിലേക്ക് ഞാൻ ചെയ്യുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ഞാൻ അതിലോട്ട് എത്താനുള്ള ആ ഒരു അറിവും, അതായത് ജ്ഞാന ജ്ഞേയ ജ്ഞാത്രങ്ങള് 3 ഇല്ലാതാവുമ്പോൾ ഏകമായിട്ടുള്ള സത്യത്തിൽ വരുന്ന കുറെ എന്താ പറയാ പ്രകടനങ്ങളാണ്, കർമ്മങ്ങളാണ് ഈ പ്രപഞ്ചമെന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ വേണം നമ്മള് ഉയരാനായിട്ട്. ഇത് സന്യാസത്തിലേക്ക്, അതായത് പൂണൂൽ സ്ഥാപനമൊന്നും ആ തലത്തിലേക്ക് നമ്മൾ ഇനി അധപ്പതിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ കലിയുഗത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യരുടെ മനസ്സ് അജ്ഞാനം കൊണ്ട് അധപ്പതിച്ചിരിക്കണം. അപ്പോൾ അറിവിന്റെ നിറകുടം വിജ്ഞാനമുള്ളവർ, അറിവിന്റെ നിറകുടം എന്ന് നമ്മൾ പറയുന്നത് വിജ്ഞാനമുള്ളവര്, മേധാശക്തിയുള്ളവര്, ശ്രേഷ്ഠമായ ആ ബ്രഹ്മത്തെ അറിയുന്നവര്, ബ്രഹ്മവിത്ത്, അതായത് ബ്രഹ്മവിത്താവും, ബ്രഹ്മത്തിനെ വരിക്കും. പിന്നെ എന്താ, ബ്രഹ്മത്തെ കിട്ടിക്കഴിയുമ്പോൾ ബ്രഹ്മവരിഷ്ഠനായിട്ട് തീരും. അങ്ങനെ ബ്രാഹ്മണൻ എന്നുള്ള പദം നമുക്ക് കിട്ടും. അതാണ് വേണ്ടത്. അപ്പൊ ഇതാണ് രാമൻ അവിടെ എന്താ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് രാമൻ അവിടെയും ഒരു ചീത്തപ്പേരുണ്ടായി, ശംഭൂകനെ വധിക്കാൻ പറഞ്ഞു. ശരിക്കും ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. രുദ്രാക്ഷം ധരിച്ചത് കൊണ്ടോ ഭസ്മം പൂശിയത് കൊണ്ടോ കുങ്കുമം ഇട്ടത് കൊണ്ടോ ഒരിക്കലും നമുക്ക് അജ്ഞാനത്തിൽ നിന്ന് ഉയരാൻ പറ്റില്ല. എന്താ, ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾ ശരീരത്തിന്റെ പുറത്താണ്, പക്ഷെ അകത്താണ് മാറ്റം വരേണ്ടത്. യഥാർത്ഥത്തിൽ മാറേണ്ട കാര്യം ആ ശൂദ്രനിൽ നിന്ന്, അജ്ഞാനത്തിന്റെ ആ തലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൂലാധാരത്തിൽ ഇരിക്കുന്നു അജ്ഞാനം. ആ അജ്ഞാനത്തിന്റെ ത്രിപുടി, ആ 3 ത്രിപുടിയെ മുടിച്ചിട്ട് അവിടുന്ന് തന്റെ പ്രാണശക്തിയെ മേളിലേക്ക് കൊണ്ടുവരണം. അത് ശരിക്കും പറഞ്ഞാല് ബാഹ്യമായിട്ടുള്ള ഒരു ഉപരിവിപ്ലവത്തിനും അതിന് കഴിയില്ല. അത് ആന്തരികമായിട്ടുള്ള സാധനയാണ്. തലകീഴായിട്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം തലകീഴായിട്ട് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പതിച്ചുപോയി, നമ്മള് ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴെ വന്നവരാണ്. അപ്പൊ താഴെ വരാൻ കാരണം എന്താ? പതനം തന്നെ. പതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ?
ഈ താഴെ നിന്ന് താഴെ വീണാ പതിക്കോ? ഇല്ല. മുകളിൽ നിന്ന് താഴെ വീഴുമ്പോൾ മാത്രമേ അതിനെ പതനം, അതായത് ആ ഉയർന്നിരുന്നു, അയ്യോ അവന്റെ പതനം കണ്ടില്ലേ. നമ്മൾ ബാഹ്യമായിട്ട് ഒരുപാട് കാര്യം പറയും, ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, അവൻ ധൂർത്തടിച്ച് കളഞ്ഞു, ഇന്നിപ്പോ അവൻ ഇതാ കണ്ടില്ലേ. അപ്പൊ എന്നിട്ട് പറയും 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അവന്റെ കർമ്മം കണ്ടില്ലേ, എന്ത് നല്ലതായിട്ട് ജീവിച്ച് ഇപ്പൊ പതിച്ചു പോയി. അതാണ് പതനം. അപ്പൊ നമ്മളും എല്ലാം, മനുഷ്യ ജന്മം തന്നെ ഒരു പതനമാണ്. കാരണം ആ ഒരു സുഖദുഃഖങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും എന്താ പറയാ, ആ സുഖദുഃഖങ്ങളെ സമമായിട്ട് കണ്ട് മനസ്സിനെ ഉയർത്തണം. വലിയ ബുദ്ധിമുട്ടാണ് ആ പതിച്ചു കഴിയുമ്പോൾ, കാരണം ശരീരത്തിനോട് ചേർന്നിരിക്കും മനസ്സ്. അപ്പോ ഈ ശ്രീരാമൻ ഇനി എന്താ ചെയ്യാൻ പോണത്? തന്റെ കൂടെയുള്ള എല്ലാവരെയും കൂട്ടിയില് സരയൂ നദിയില് ജലസമാധിക്കായി പോവുകയാണ്. കാരണം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെല്ലാം തിരിച്ച് അത് ബ്രഹ്മം തന്നെ, അത് തിരിച്ച് ബ്രഹ്മത്തിൽ ലയിക്കണം എന്നുള്ള ആ ഒരു സാമാന്യമായിട്ടുള്ള ഉയർന്ന ജ്ഞാനം, സാമാന്യമല്ല അത് ഉയർന്ന ജ്ഞാനം എല്ലാവർക്കും കൊടുക്കാനാണ് രാമൻ. ആ രാമന്റെ കൂടെ പറയുന്നത് തന്റെ ജനങ്ങളെ, തന്റെ കൂടെ വരാൻ ഇഷ്ടമുള്ളവരെ എല്ലാരെയും വിളിക്കുകയാണ്. ഈവൻ ചില മൃഗങ്ങൾ വരെ പോയി എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ, ആ ഒരു ബ്രഹ്മ തത്വത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ ഉറപ്പിക്കണം. അതായത് ആ ഒരു പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പറയപ്പെടുന്നത് സത്യമാണെങ്കിൽ ആ ഒരു സത്യ വസ്തുവിനെ, സത്തിനെ, ഉണ്മയെ, എക്സിസ്റ്റൻസിനെ അറിയാൻ നമ്മൾ ഇന്ന് തൊട്ട് ഈ ദിവസം മുതൽ അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് മനസ്സുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ആ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ആ ഒരു സ്ഥലം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉറപ്പിന്റെ പേരിൽ, ആരിന്റെ പേരിലാണ് നമ്മൾ ഉറപ്പിക്കുന്നത്? ഈശ്വരന്റെ പേരിൽ, അല്ലാതെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ പേരില്ല. ഭൗതികമായിട്ടുള്ളതെല്ലാം തന്നെ നശ്വരങ്ങളാണ്, അത് ത്യജിക്കേണ്ടി വരും നമുക്ക്. പക്ഷെ ശാശ്വതമായിട്ടുള്ളതിൽ മനസ്സുറപ്പിക്കുമ്പോൾ അത് നമ്മുടെ ശരീരവും അതിനുവേണ്ടി പ്രവർത്തിക്കും, നമുക്ക് ഊർധ്വഗതി പോകാൻ പറ്റും. അതിനെയാണ് മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്താ അദ്ദേഹത്തിന്റെ ഈ രാമന്റെയൊക്കെ മഹാപ്രസ്ഥാനം എന്ന് പറയാൻ? രാമൻ പോകുന്നത് അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ നദിയിൽ പോയിട്ട്, അല്ലെങ്കിൽ അവരുടെ ശരീരം അവസാനിക്കുമ്പോൾ സമാധി അവസ്ഥയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും അവര് മഹാപ്രസ്ഥാനം നടത്തി, മഹാപ്രസ്ഥാനത്തിനായി പുറപ്പെട്ടു, നദിക്കരയിൽ എത്തി എന്നൊക്കെ പറയണം. മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാണ്ഡവന്മാരും എല്ലാം നമുക്ക് കാണാം അവസാനം മഹാപ്രസ്ഥാനത്തിന് ഒരുങ്ങുകയാണ്. എല്ലാവരും നഷ്ടപ്പെട്ട് അവസാനം അവർക്ക് ശരീരത്തെ ആ നശ്വരമാണെന്ന് അറിഞ്ഞ, അത് അവർക്ക് ഈ മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ആകസ്മികമായിട്ടുള്ള മരണം കൊണ്ട് അവർക്ക് ശരീരത്തെ ത്യജിക്കാൻ ഇഷ്ടമല്ല. ആകസ്മിക മരണം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ജനനത്തിലേക്ക് വരും. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ ശരീരം എപ്പോഴും നിലനിൽക്കുന്നതാണെന്ന് നമുക്ക് തോന്നൽ കൊണ്ട്, ആ ഒരു പ്രതീതി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് മരണം വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ശരീരത്തിന്റെ മേളില് ഈ താഴെ കിടക്കുന്ന, കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന ശരീരത്തെ നോക്കി കുറച്ച് സമയം ഒരുപാട് ദുഃഖിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ എന്റേത് പോയല്ലോ വെച്ചാൽ അതിലിങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു, പോവില്ല എന്ന് പറഞ്ഞ്. അപ്പൊ അത് വീണ്ടും വളരെ ദുഃഖത്തോടു കൂടിയാണ് ശരീരം വിട്ടുപോകുന്നത്. ദുഃഖത്തോടെ വിട്ടുപോകുന്നതെല്ലാം തന്നെ തിരിച്ച് സുഖത്തിനെ കാക്ഷിക്കും, അത് തിരിച്ച് ഭൂമി മണ്ഡലത്തിൽ വരും. അപ്പൊ മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പ്രസ്താവിക്കുക, ഈ ശരീരത്തിലിരുന്ന് ഈ പറഞ്ഞ ശരീരത്തെ നല്ലവണ്ണം അറിഞ്ഞ് അതിനെ ത്യജിക്കാൻ നല്ലവണ്ണം ഇരിക്കുമ്പോൾ തന്നെ, നല്ല ബോധത്തോടു കൂടി, അല്ല രോഗം വന്ന് ക്യാൻസർ വന്ന് മരിക്കാറായ ശരീരത്തിനെ അല്ല ത്യജിക്കുന്നത്, സന്തോഷത്തോടു കൂടി ഈ സുഖദുഃഖങ്ങളുടെ ആ ഒരു ഏറ്റക്കുറച്ചില്, നമ്മുടെ ആ ഒരു നശ്വരമായിട്ടുള്ള നിത്യവും അനിത്യവും തമ്മിലുള്ള വിവേകം ഉണ്ടായിട്ട് എന്താ, ഞാൻ ഇതിനെ ത്യജിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ത്യജിക്കുക. അതിനെയാണ് മഹാപ്രസ്ഥാനം. അതിന് പ്രസ്താവിക്കുക, അവിടുന്ന് പുറപ്പെടുക. കാശി യാത്രയൊക്കെ മഹാപ്രസ്ഥാനമാണ്. നമ്മുടെ പരമ്പരയിലുള്ളവരും നമ്മുടെ പണ്ടുള്ള കാരണവന്മാരും ഒക്കെ മഹാപ്രസ്ഥാനം എന്ന് തന്നെ പറയണം കാശി യാത്ര. കാരണം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ചെന്ന് ഈ പറഞ്ഞ നശ്വരമായ ശരീരത്തിനെ പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് വെച്ച് ഉപേക്ഷിക്കുക. അതായത് ഇത് അറിഞ്ഞിട്ട്, ഈ സത്യം അറിഞ്ഞാലേ ഉപേക്ഷിക്കാൻ പറ്റൂ. സത്യം ഒരിക്കലും അറിഞ്ഞില്ലെങ്കിൽ ഉപേക്ഷിക്കാനേ പറ്റില്ല, മരിക്കണവരതിനെ പിടിച്ചിരിക്കും. അപ്പൊ അദ്ദേഹം എന്താ കാണിച്ചു കൊടുക്കുന്നത്? രാമൻ ഈ പറഞ്ഞ നശ്വരമായിട്ടുള്ള, കൊച്ചിലെ മുതല് കുഞ്ഞായിരിക്കുമ്പോ തന്നെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ദൃശ്യമായിട്ടുള്ളതൊന്നും സത്യമല്ല. അവസാനത്തെ സമയത്തും അദ്ദേഹം അത് കാണിച്ചു കൊടുക്കണം. അദ്ദേഹം മഹാപ്രസ്ഥാനത്തിനാണെന്ന് എല്ലാ രാജ്യത്തിൽ വിളംബരം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോവാൻ ഉള്ളവരെല്ലാം റെഡിയാവുകയാണ്. എല്ലാരും ഇദ്ദേഹത്തിന്റെ കൂടെ അനുധാവനം ചെയ്യണം. കാരണം രാമന്റെ കൂടെ പോയാൽ എന്താ, മണ്ണിൽ നിന്ന് നമുക്ക് വിണ്ണിലേക്ക് പോകാൻ പറ്റും, ആകാശത്ത് പോകാൻ പറ്റും. ആ നദിക്കരയിൽ എത്തിയപ്പോ എല്ലാരും കൂടെ വരാൻ കാരണം എന്താ? വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശം പോകാനായി. എന്നാല് ശരിക്കും പറഞ്ഞ ആകാശം എന്ന് പറയും. മാത്രമല്ല ഈ പറഞ്ഞ രാമന്റെയൊക്കെ നിറം നമ്മൾ കാണാറുണ്ട്, ഒരു ബ്ലൂ കളർ. എന്താ ഈ ബ്ലൂ എന്ന് പറയുന്നത്? നീലശവി, നമ്മൾ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയെ ഒരു തലത്തിൽ പൂജിക്കുമ്പോൾ തുരിയാവസ്ഥയിൽ എത്തുമ്പോൾ കാണുന്ന നിറം, ഈ ചുമന്ന നിറം രജോ ഗുണത്തിന്റെയാണ്. കറുത്ത നിറം കാളിയുടേത് തമോ ഗുണത്തിന്റെ. നിറങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ധ്യാനത്തില്.
അത് കഴിഞ്ഞ് സത്വഗുണ പ്രധാനമായിട്ടുള്ള വെളുത്ത നിറം. നമുക്കറിയാം വെളുപ്പും കറുപ്പും നിറങ്ങളായിട്ട് കൂട്ടാറില്ല. ഒന്ന് ജനനത്തിന്റെയും ഒന്ന് തിരിച്ച് ലയനത്തിന്റെയും നിറങ്ങളാണ് കറുപ്പും വെളുപ്പും. നീല എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള തുരീയ അവസ്ഥയാണ് കാണിക്കുന്നത്. ഈ രാമന്റെ കൃഷ്ണന്റെ ഒക്കെ നിറം, ആ കാളിയുടെ നിറം, ചില ബ്ലൂ കളറിലുള്ള കാളിയുണ്ട്, ശ്യാമാദേവി ബ്ലൂ കളറാണ്, കറുത്ത നീല നിറം. നീലച്ചവി പൂണ്ട ആകാശം എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, മരണം ശരീരത്തിന് ആ പഞ്ചഭൂതങ്ങളെ ത്യജിച്ചിട്ട് നിത്യമായിട്ടുള്ള ആ ഒരു ധാമത്തില്, അവിടെ അവർക്ക് മരണമില്ല. വിഷ്ണുവിനും ഒരു പ്രളയം കഴിയുമ്പോൾ വിഷ്ണു ലയിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ നിത്യമായിട്ടുള്ള ആ ഒരു ശരീരത്തോടു കൂടി തന്നെ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന നീല, അതാണ് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗന സദൃശം. ആ നീല നിറം, ആ നീല നിറത്തെ കാണിക്കുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അതായത് സൃഷ്ടി മുതല് അവസാനം ഈ പ്രപഞ്ചത്തിലെ മഹാപ്രളയം വരെ ഉള്ള ഒരു സ്ഥാനം. അതാണ് നീലച്ചവി. ലളിതാ ത്രിപുര സുന്ദരിയുടെയും ധ്യാന അവസ്ഥയില്, തുരീയ അവസ്ഥയിൽ അമ്മയെ കാണേണ്ടത് നീല കളറിലാണ്, നീലച്ചവി. അപ്പോ ആ നീലച്ചവി പൂണ്ട ആകാശം അവിടെയായിട്ടാണ് പോകുന്നതെന്ന് ഇവരെല്ലാം കണ്ടു. മണ്ണിൽ നിന്ന്, അതായത് മണ്ണിൽ ഭൂമിയിൽ വന്ന നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എവിടെയാണ്? ഈ പറഞ്ഞ ആകാശമാണ്, അഥവാ സ്പേസിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ ഗഗന സഞ്ചാരികളായിരുന്നു. ഇപ്പൊ എവിടെ സഞ്ചരിക്കുന്നു? 2 കാല് വെച്ചിട്ട് ഭൂമിയിൽ സഞ്ചരിക്കുന്നു, ഇല്ലേ? അപ്പൊ തിരിച്ച് നമുക്ക് ഖേജരി മുദ്രയിലൂടെ ഗഗന സഞ്ചാരികളാവണ്ടേ? പക്ഷികളെ പോലെ പറന്നു നടക്കണ്ടേ? ഈ ശരീരം കൊണ്ട് തന്നെ പറക്കാൻ പറ്റും. നമ്മൾ കണ്ടു ഖേജരികള് തന്റെ ഖേജരി മുദ്രയിലൂടെ, ഖഗം എന്ന് പറയുന്ന പക്ഷിയെ പോലെ നമുക്ക് പറക്കാൻ പറ്റും. എങ്ങനെ? ആ മനസ്സ് ലൈറ്റ് ആവണം, മന്ത്രശുദ്ധി വരണം, നമുക്ക് ശരീരത്തെ ലൈറ്റായിട്ട് കൊണ്ടുപോകണം. ശരീരത്തിന്റെ വെയിറ്റ് അവിടെ വരില്ല. അവിടെ എന്താ, ആ മനസ്സ് ഉയർന്നു കഴിഞ്ഞ് ആ ദിവ്യ ശക്തികളെ ഉൾക്കൊള്ളുമ്പോൾ ആ പറഞ്ഞ ആകാശയാത്ര പറ്റും. അതാണ് അപ്പൊ ഈ ഭൂമിയിൽ വന്ന ഓരോരുത്തരുടെയും ലക്ഷ്യസ്ഥാനമാണ് ആകാശം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് രാമൻ. ഭൂമിയിൽ കിടക്കുന്ന ആളിനെ നമ്മൾ എന്ത് നരൻ എന്ന് പറയണം, ആകാശത്തെത്തുമ്പോഴോ നാരായണൻ. അപ്പൊ ഇത് രണ്ടും ആരുടെ ഉള്ളിലായിരുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ. ആ ഭൂമിയിൽ നടന്ന നമ്മളെ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുധി നടുവിൽ എന്ന് ഞാൻ എന്നൊക്കെ പാടുമ്പോ എന്താ പറയണേ? നരകത്തിൽ നിന്ന് കരകയറ്റിയിടനെ തിരുവയ്ക്കം വാഴും ശിവശംഭു. എന്താ, വലിയൊരു കാട്ടിൽ അകപ്പെട്ടു, വഴിയും കാണാതെ അകലുന്നു എന്നൊക്കെ പറയുമ്പോ എന്താ? അലയുന്നു. വഴിയെ നേർവഴി അരുളേണം നാഥ തിരുവയ്ക്കം വാഴും ശിവ. ഏതാ നേർവഴി? ഷടാധാരങ്ങളാകുന്ന നേർവഴി. നമ്മൾ കാട്ടിൽ അകപ്പെട്ട് ഇങ്ങനെ നടക്കുക, എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാ. എന്താ പറയാ, ആ പടിയാറും കടന്ന് 6 പടികളെ കടക്കാൻ തന്റെ മൂലാധാരത്തിൽ നിന്ന് ജീവനെ ആ സഹസ്രാരത്തില് ആ ഷഡ്പദങ്ങളെ പോലെ 6 കാലുകൾ വെച്ച് 6 തലങ്ങൾ കടന്ന് ആ ഒരു തേൻ കുടിക്കാൻ എത്തുന്ന വണ്ടിനെ പോലെ ആ മഹാപാദങ്ങളിൽ എത്തിച്ചേരാൻ നമ്മളെ സാധിക്കട്ടെ. അതാണ് 6 പടി. അപ്പോ നരനും നാരായണനും നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളിലെ നരനെ ഇല്ലാതാക്കിയിട്ട് നാരായണനിലോട്ട് ഉയർന്നിട്ട് ശരീരത്തെ ഇവിടെ ഇട്ടിട്ട് പോവുക, ഉയരുക. ഭൂമി എന്നത് സൃഷ്ടിയുടെയാണ്. സൃഷ്ടി ചെയ്തതെല്ലാം തന്നെ ഭൂമിയിലാണ്. അവിടെ വന്ന് എന്താ, ജലത്തിലൂടെ വളർന്ന് അഗ്നിയിലൂടെ ദഹിച്ച് വായുവിലൂടെ നമ്മൾ എല്ലായിടത്തും പ്രസരിച്ച് അവസാനം ആകാശമാകുന്ന സ്പേസിൽ ലയിക്കും. ഇതാണ് മരണത്തിന്റെ ഒരു ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകൾ. ആദ്യം കുളിപ്പിക്കും, ആ ഭൂമിയിൽ ജനിച്ച ഭൂമിയിൽ നിന്ന് വന്ന ശരീരത്തിനെ കുളിപ്പിച്ചിട്ട് ജലം കൊണ്ട് കുളിപ്പിച്ച് അഗ്നിയിൽ കത്തിച്ചിട്ട് വായുവിൽ ആ ഭസ്മം എടുത്തിട്ട് എന്ത് ചെയ്യും? എല്ലായിടത്തും വിതറിയിട്ട് എന്ത് ചെയ്യും? അവസാനം അത് ആകാശത്തിൽ ലയിക്കും. അതുപോലെ തന്നെ ജീവന്റെ യാത്ര, അതാണ് മോക്ഷം. ഈ പഞ്ചതന്മാത്രകള്, പഞ്ചഭൂതങ്ങള്, പഞ്ചകൃത്യങ്ങള്, പഞ്ചബ്രഹ്മങ്ങളെ കൊണ്ട് അതായത് ബ്രഹ്മാവ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഇതാണ് ഒരു ജീവന്റെ പ്രയാണതലം. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു, വിഷ്ണു സ്ഥിതി ചെയ്യുന്നു, സംഹാരം രുദ്രൻ ചെയ്യുന്നു, തിരോധാന അനുഗ്രഹം ഈശ്വര സദാശിവന്മാര് ചെയ്യുന്നു. ഇതെല്ലാം പഞ്ചകൃത്യപരായണ. ഈ ഒരു മഹാശക്തിയായിരിക്കുന്ന ദേവിയുടെ കയ്യിൽ 5 കൃത്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 5 പേരെ എന്താ പറയാ ഏൽപ്പിച്ചിരിക്കുകയാണ് ഭരണതലം. അവരാണ് ഈ പറഞ്ഞ 5 പേര്. അപ്പോ അനുഗ്രഹം തേടുന്ന സ്ഥലമാണ് എവിടെ? ഇപ്പൊ സൃഷ്ടി എവിടെ വന്നു? ഭൂമിയിൽ വന്നു. സ്ഥിതി ഇവിടെ തന്നെ നമ്മൾ ജീവിക്കുന്നു. പിന്നെ സംഹാരം എവിടെയാണ്? ഇവിടെ തന്നെ. സംഹരിക്കുന്നത് എന്തിനാണ്? ശരീരത്തിന്. അപ്പൊ ശരീരം വിട്ടുപോകുന്ന ആ പ്രാണൻ എങ്ങോട്ട് പോകുന്നു? തിരോധാനം എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പറയണ ഊർധ്വഗതിയാണെന്ന്. അപ്പൊ ആ ജീവന്റെ യാത്ര, ഒരു പ്രയാണ തലം എവിടെയാണ്? അനുഗ്രഹം തേടിയുള്ള യാത്ര. അനുഗ്രഹം എവിടുന്നാ കിട്ടുന്നത്? ആകാശത്ത് നിന്ന്. ആകാശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്കൈ അല്ല. അതെപ്പോഴും ആലോചിച്ചോണം. ആകാശം സ്പേസ് ആണ്. ആ ഒരു പ്യുവർ എനർജി തലത്തിലേക്ക് അനുഗ്രഹത്തിനായിട്ട് ഈ ജീവൻ യാത്ര ചെയ്യുന്നു. അവിടെ നിന്ന് ആ ഈശ്വരൻ എന്ത് തരുന്നു? നമുക്ക് അനുഗ്രഹം കിട്ടിയതിന് ശേഷം
ഈശ്വരൻ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് ആ മേലോട്ട് ചെന്ന് അവിടെയുള്ള ഒരു തിരോധാനം അനുഗ്രഹത്തിന്റെ ഇടയ്ക്കുള്ള ഇതിൽ നമുക്ക് മെറ്റമോർഫോസിസ്, നമുക്ക് വരുന്ന മാറ്റം, ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് അടുത്ത ഒരു ശരീരം സ്വീകരിക്കാൻ പാകത്തിന് ഈ ജീവനെ തിരിച്ച് ഭൂമിയിലോട്ട് അയക്കണു. അത് അനുഗ്രഹം. അത് അനുഗ്രഹമാണോ നിഗ്രഹമാണോ എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ചിന്തയുടെ തലമനുസരിച്ചിരിക്കും. ചിലർക്ക് ഭൂമിയിൽ വരണ്ടെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമല്ല, വീണ്ടും ദുഃഖമാണ്. അല്ല, ഇവിടെ വന്ന് കുറെ കാര്യങ്ങൾ നേടാനുള്ളവർക്ക് ഇവിടെ തന്നെ വരണം, വന്നാലേ പറ്റുള്ളൂ. അപ്പോ മേലോട്ടും താഴോട്ടുമുള്ള യാത്ര, അത് നമ്മുടെ അഷ്ടദിക്കുകളിൽ വ്യാപിച്ചു നിൽക്കുകയാണ് ഈശ്വരൻ. നമ്മുടെയാണ് യാത്ര മേലോട്ടും താഴോട്ടും. ഈ അഷ്ടദിക്കുകളിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. അതാണ് ഈ നീല നിറം എന്ന് പറയുന്നത്. നീലച്ചവി, ഈശ്വരന്റെ നിറമാണ് നീല. അതിന് പരിധികളില്ലാത്തത്, ഇൻഫിനിറ്റ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ രാമന്റെ സരയൂ നദി പ്രവേശം ആണ് ഇനി നമ്മൾ കാണുന്നത്. നദിയിലെത്തി അവിടെ എന്താണ് രാമൻ എന്ന് പറയുന്ന ആ ഒരു ഒരു അവതാരം അവസാനം തന്റെ ഇവിടത്തെ മണ്ണിലെ നിയോഗങ്ങളൊക്കെ കഴിഞ്ഞ് നാരായണനായിട്ട് തിരിച്ച് വിണ്ണു പൂക്കാനായിട്ട് എത്തുന്നു. ദേവന്മാരുടെ പ്രകാശം. എന്താണ്? ദേവന്മാരുടെ സ്ഥലമാണ് വിണ്ണെന്ന് പറയുന്നു. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദിവ, പ്രകാശിക്കുന്ന ശരീരത്തോട് കൂടിയവർ, അവർക്ക് പ്രകാശം കൊണ്ട്. അപ്പൊ അവിടെ ആരൊക്കെ വരണം? അവിടുന്ന് ഒന്നും ഒരാളെ നമ്മളൊരു പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ അവിടുത്തെ എല്ലാ ആൾക്കാരും വന്ന് സ്വീകരിക്കാൻ നിൽക്കും. ഈ വിഷ്ണു എവിടെ നിന്നാണ് വന്നത്? വൈകുണ്ഠത്തുനിന്ന്, വിഷ്ണു ലോകത്തുനിന്ന് വന്നു. അവിടെ ഉള്ളവരൊക്കെ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ, അതായത് എല്ലാ പ്രപഞ്ചത്തിലെ ദേവതാ സങ്കല്പങ്ങളെല്ലാം വന്ന് നിറഞ്ഞു. അപ്പോഴെന്താ അവിടെ മുഴുവനും പ്രകാശം, തേജസ് മാത്രമാണ്. എല്ലായിടത്തും സൗന്ദര്യം കലർന്ന ആ ഒരു വെളിച്ചം, അതായത് അജ്ഞാനങ്ങളെല്ലാം അകന്നു. ആ തമസാകുന്ന ഇരുട്ടില്ലാതായി. അവിടെ വെളിച്ചം വീശി. എല്ലായിടത്തും ഒരു സൗരഭ്യം, ഒരു വല്ലാത്ത, അതായത് നമ്മൾ എപ്പോഴും പറയും മനസ്സിന്റെ തലങ്ങളാണ് ഈ പറയുന്ന ഓരോന്നിനെ സ്വീകരിക്കുന്നത്. അതിനെ നമുക്ക് ദുർഗന്ധം എന്ന് പറയാം, സുഗന്ധം എന്ന് പറയാം. എപ്പോഴും ജ്ഞാനത്തിന് സുഗന്ധം മാത്രമേ ഉള്ളൂ, അത് സൗരഭ്യമാണ്. അപ്പൊ ഈ ദേവന്മാര് ആകാശത്തു നിന്ന് മഴ പെയ്യുന്ന പോലെ പുഷ്പങ്ങള് ഇടാൻ തുടങ്ങി. കാരണം എന്താ? ഈ പറഞ്ഞ ഒരാള് കുറച്ച് സമയത്തേക്ക് ആ പറഞ്ഞ പാലാഴിയിൽ നിന്ന്, ആ ഒരു അനന്തന്റെ ശയനത്തിൽ നിന്ന് ഭൂമിയിൽ നിയോഗമായിട്ട് പോയി. അദ്ദേഹം വന്നത് എന്തിനാണെന്ന് ദേവന്മാർക്കറിയാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ പകരം ആർക്കും ചെയ്യാൻ പറ്റില്ല. തിരിച്ച് വിഷ്ണുവിന് ചെന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ലക്ഷ്മി ദേവി ഭൂമിയിലാണ്. അവര് രണ്ടുപേർക്കും ഒരുമിച്ച് തിരിച്ചവിടെ വരാൻ പറ്റൂ. അത് മനസ്സിലാക്കി ഇപ്പൊ ഉടനെ തന്നെ രാമന്റെ മഹാപ്രസ്ഥാനത്തിന്റെ സമയത്ത് തന്നെ സീതാദേവി ഭൂമി ദേവിയിൽ മറയും. ഭൂമി ദേവിയുടെ കയ്യിൽ ഭൂമിക്കുള്ളിലോട്ട് പോകും. അതുപോലെ ഇദ്ദേഹത്തെ തിരിച്ചു വരുന്ന സ്വീകരിക്കാനായിട്ട് ഗന്ധർവന്മാര്, യക്ഷന്മാര്, അപ്സരസുകളെ എല്ലാരും പെരുമ്പറ മുഴക്കി ഈ സരയൂ നദിയുടെ മുകളിൽ ഇങ്ങനെ മുഴുവൻ പേരും വട്ടമിട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം മുകളിലോട്ട് തന്റെ ദിവ്യ ശരീരത്തെ സരയൂ നദിയിൽ ഉപേക്ഷിച്ചിട്ട് മുകളിലോട്ട് വരുന്നത് കാണാനായിട്ട് എല്ലാവരും ആ ഒരു ദിവ്യ മുഹൂർത്തം, അതാണ് നരൻ നാരായണനാകുന്ന ദിവ്യ മുഹൂർത്തം. നമ്മുടെ ഉള്ളില് എപ്പോഴാണോ ഈ ബ്രഹ്മജ്ഞാനം കിട്ടുന്ന, നമ്മുടെ നരാവസ്ഥയിൽ നിന്ന്, മനുഷ്യാവസ്ഥയിൽ നിന്ന് മനനം ചെയ്ത് മനീഷിയായിട്ട് ആ ബ്രഹ്മജ്ഞാനത്തെ നേടുന്ന ആ സുമുഹൂർത്തം, അപ്പോ ദേവന്മാരും അപ്സരസുകളും പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മളെ അനുമോദിക്കാൻ, ആ ജീവനെ ഉയർത്താനായിട്ട്, ആ ജീവന് പടികൾ കയറ്റിക്കൊണ്ടുപോകാൻ വന്ന് നിൽക്കും. അത് എപ്പോഴാണോ ദേവി എന്ന് പറയുന്ന മഹാത്രിപുര സുന്ദരിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇനിസിയേഷൻ സമയത്ത്, ഇല്ലെങ്കിൽ നമ്മൾ ആ ശ്രീചക്രത്തിലെ ബിന്ദു മണ്ഡലത്തിലോട്ട് ദേവിയെ ആവാഹിക്കുമ്പോൾ എന്താ പറയണത്? ആരൊക്കെ വന്ന് നിൽക്കും എന്നാണ് പറയണത്? ഒരു സാധാരണ ജീവനാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? ആ ഒരു സാധാരണ തലത്തിൽ നിന്ന് നമ്മൾ ഈശ്വരീയ തലത്തിൽ, എങ്ങനെയാണ് ഈശ്വരീയ തലത്തിലേക്ക് നമ്മൾ നമ്മുടെ ഇത് വെച്ച് തന്നെയാണ് കാണേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തില് ആ ഈശ്വരീയ ശക്തിയായിരിക്കുന്ന പഞ്ചദശി മന്ത്രം, ആ പഞ്ചദശി മന്ത്രം കൊണ്ടുവരുമ്പോഴത്തേക്ക് ആരെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി നമ്മുടെ ശരീരത്തിലോട്ട്? ഈ പ്രപഞ്ചബോധത്തിന് അപ്പുറം നിൽക്കുന്ന ഈ ദേവിയെ നമ്മൾ കൊണ്ടുവന്ന് എവിടുന്നാ കൊണ്ടുവരുന്നത്? ഹൃത്ചക്ര മധ്യസ്ഥാം അന്തസുഷുമ്ന പത്മാടവി ഭേദന കുശലാം മോഹാന്ധകാര പരിബന്ധിനി സംവിദഗ്നീം ശിവദീപ ജ്യോതിം ആദിപരാ സംവിധം ചിദ്രൂപിണീം പരദേവതാം ധ്യായാമി. ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഹൃദചക്രത്തിൽ വേറെ ചിന്താമണി ഗ്രഹത്തിൽ പോണില്ല. അവിടെ ഇരിക്കുന്ന അമ്മ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ത്രിപുര സുന്ദരിയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ കുണ്ടലിനി ശക്തിയായിട്ടുള്ള ദേവിയെ 3 തലങ്ങളില്, ത്രികണ്ഠ എന്ന് പറയുന്ന 3 ഖണ്ഡങ്ങളില് വ്യാപിച്ചു നിൽക്കുന്ന ശക്തിയായിട്ടിരിക്കുന്ന ലളിതാ പരമേശ്വരിയെ എവിടുന്ന് വിളിക്കണോ? ഹൃദചക്രത്തിൽ നിന്ന്. അത് എപ്പോഴും നിങ്ങൾ ആലോചിക്കൂ. ഈ ശ്രീവിദ്യ ഉപാസന എന്ന് പറഞ്ഞത് ആത്മോപാസനയാണ്, ആത്മധ്യാനമാണ്. തന്റെ ഉള്ളിലെ ബ്രഹ്മത്തെ ധ്യാനിക്കുകയാണ്, അല്ല വെളിയിലുള്ള ഒരു ഈശ്വരിയല്ല. ബാഹ്യപൂജകളെല്ലാം തന്നെ ഇത് ഉറയ്ക്കാനാണ്. ഹൃദചക്ര മധ്യസ്ഥാം,
അന്തസുഷുമ്ന പത്മാടവി. വളരെ നന്നായിട്ട് ഇത് പറയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അന്തസുഷുമ്ന പത്മാടവി എന്തായാലും മനസ്സിലാക്കാൻ. ഭേദന കുശലം. ഇത് ഭേദിക്കാൻ കഴിവുള്ളത് ആർക്കാണ്? നമ്മളെ കൊണ്ട് പറ്റില്ല. എവിടെയാണ് നമ്മൾ കിടന്നത്? മോഹാന്ധകാര പരിബന്ധിനി. മോഹാന്ധകാരത്തിൽ കിടന്ന ഈ ജീവനെ ഉയർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ എന്താ? അമ്മയെ കൊണ്ടുവരണം. സംവിദഗ്നിയും ശിവ ദീപജ്യോതിയും. ആരാ അമ്മ? ശിവ ദീപജ്യോതിയും സംവിത് അഗ്നിയും. സംവിത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള പരചൈതന്യം. ആ ഒരു ചിതഗ്നിയിൽ നിന്നുണ്ടായ സ്വരൂപം. സംവിത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ജ്ഞാനം. വിത്തായിട്ടുള്ളതെല്ലാം സമ്യക്കായിട്ട് ചേർന്നത് സംവിത്ത്. അപ്പൊ അതിൽ നിന്ന് അപ്പുറം ഒന്നും ഇല്ല. ശിവനും ശക്തിയിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ആ ചൈതന്യം. ആദിപര, ആദിയിലുണ്ടായ ആ മൂലപ്രകൃതി എന്താ? സംവിധം ചിദ്രൂപിണിയും. നമ്മുടെ പരദേവത, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ബിയോണ്ട് ആയിട്ടിരിക്കുന്ന ദേവി, ഈ പരയായിട്ടിരിക്കുന്ന ചിദ്രൂപിണി എവിടെ ഇരിക്കണു? നമ്മുടെ ശരീരത്തിലിരിക്കണു. ആ ദേവിയെ നമ്മൾ ധ്യാനിക്കണു. ഇതാ കൊണ്ടുവരണു. അമ്മ എന്താ എന്റെ ഉള്ളിലിരിക്കുന്നത്? അമ്മയെ പൂജിക്കണം. എനിക്ക് എന്റെ ആന്തരിക പൂജ എനിക്ക് പറ്റണില്ല, എനിക്ക് ബാഹ്യപൂജ വേണമെന്ന് തോന്നുമ്പോ ഈ ദേവിയെ നമ്മൾ ശ്രീചക്രത്തിലോട്ട് കൊണ്ടുവരണു. ഈ ലളിതാ ത്രിപുര സുന്ദരിയെ വേറെ ഒന്നിലും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അല്ലെ, ശ്രീചക്രത്തിൽ കൊണ്ടുവരാം, ഈ പറഞ്ഞ രൂപമില്ലാത്ത അവസ്ഥയിലുള്ള എന്തിലും കൊണ്ടുവരാം. കണ്ണാടിയിൽ കൊണ്ടുവരാം, വിളക്കിൽ കൊണ്ടുവരാം. കാരണം ദേവി ത്രിപുടി ഈ 3 ഖണ്ഡങ്ങളിൽ വ്യാപിച്ച്. വേറെ ഒരു ദേവതയ്ക്കും 3 തലങ്ങളില്ല. ആ ഒരു ത്രിപുടി മുടിഞ്ഞടുത്ത് മാത്രമേ അമ്മയെ കൊണ്ടിരുത്താൻ പറ്റൂ. അമ്മയ്ക്ക് വെറും ഒരു വിഗ്രഹത്തിൽ, ലക്ഷ്മി വിഗ്രഹത്തിൽ ലളിതയെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പഞ്ചദശി മന്ത്രത്തിന്റെ 15 അക്ഷരങ്ങൾ 3 കൂടത്തിലായിട്ട് ആ സോമ സൂര്യ അഗ്നി മണ്ഡലങ്ങളെ വ്യാപിച്ച് കിടക്കണം. അപ്പൊ ഈ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ച ശക്തിയാണ്. അവിടെ മുറിക്കാൻ പറ്റില്ല. പൂർണ്ണമാണ് അമ്മ. ഈ പൂർണ്ണ ശക്തിയിലോട്ടുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിസ്സാര കാര്യമല്ല. ഏറ്റവും അവസാനത്തെ ശക്തിയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ ചെന്നാൽ പിന്നെ തിരിച്ച് മടക്കയാത്രയില്ല. ആ അമ്മയെ സാധാരണഗതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത്, ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന തലത്തിൽ നിന്ന് പരദേവതയെ കൊണ്ടുവരണം. അപ്പൊ ഈ അമ്മയെ കൊണ്ടുവന്ന് പൂജിക്കുമ്പോൾ, ഈ കൊണ്ടുവന്ന് ശ്രീചക്രത്തിൽ ഇരുത്തുമ്പോൾ തന്നെ ഏതൊക്കെ ദേവതകളാണ് അവിടെ വരുന്നത്? ശ്രീദേവി പൂജാർത്ഥം. അപ്പൊ ഉടനെ അമ്മ വന്നു, ഉടനെ ആളുകള് നിമിഷം പ്രതി, നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ണടച്ച് തുറക്കും പോലെ മായാവികള് കൊണ്ട് നിർത്തും പോലെ ഈ ദേവതകൾ മുഴുവനും വന്നങ്ങ് നിരക്കുക. നമ്മുടെ വീട്ടിനകത്ത് സ്ഥലം കാണില്ല. അവര് പൂജാമുറിയിലും വെളിയിലും മതിലിലും ചുവരിലും ഒക്കെ ഇരിക്കും. കാരണം അമ്മ ഇരിക്കുന്നിടത്ത് അവർക്ക് വന്നേ പറ്റുള്ളൂ. അത്രയ്ക്ക് എന്താ പറയാ, അമ്മയുടെ ഇഷ്ടത്തിന് ഒത്തു നിൽക്കുന്നവരാണ് ഈ ദേവതകള്. അമ്മയെ പൂജിച്ചുകൊണ്ട്, അമ്മയിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ച അമ്മയാണ് തനിക്കെല്ലാം എന്ന് അതാണ് യോഗിനികൾ എന്ന് പറയുന്നത്. യോഗം ചെയ്തിരിക്കുന്നവള്, ചെയ്തിരിക്കുന്നവര്. ഈ ചതുഷ്ഷഷ്ടി കോടി യോഗിനികളാ വന്നു ചേരുന്നത്. ആരാ വരണ അമ്മയുടെ കൂടെ? അതാ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ ദേവന്മാര് വിഷ്ണു ലോകത്ത് വിഷ്ണു തിരിച്ചു പോകുന്ന സമയത്ത് അവരെല്ലാം വന്ന് നിരന്നു എന്ന് പറയാൻ കാരണം എന്താ? പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു പ്രജാപതികള്, ഈ പ്രജാപതികള് പോലും ആരിൽ നിന്നാണ് ഈ ശക്തി സ്വീകരിക്കുന്നത്? ഒന്ന് ദേവി, ദേവിയിൽ നിന്ന് ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണു, വിഷ്ണുവിൽ നിന്ന് രുദ്രൻ, രുദ്രനിൽ നിന്ന് ഈശ്വരൻ, സദാശിവൻ. 5 തലങ്ങൾ. അതിൽ വിഷ്ണു എന്ന് പറയുന്നത് സ്ഥിതിയാണ്. ഈ സൃഷ്ട പ്രപഞ്ചത്തില് ആ സ്ഥിതിയെ നോക്കുന്ന ആളാണ് വിഷ്ണു. അപ്പോ വിഷ്ണുവിനെ തന്നെ സ്വീകരിക്കാൻ ഇത്രയും പേര് വന്നു നിന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ പൂജിക്കുന്ന ദേവിയെ ശ്രീചക്രത്തിൽ കൊണ്ടുവരുമ്പോ ആരൊക്കെ വരും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും നമ്മൾ ചിന്തിക്കണം. ഒരു നിസ്സാര കാര്യം അല്ല നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്. ഹെർക്കുലീസ് എന്ന് പറയുന്ന ആള് എങ്ങനെ ആ ഒരു തലത്തിൽ, അദ്ദേഹത്തിന് അത് ഒരു കഥയാണ്. ഞാൻ പറഞ്ഞു, അത്രയും ഒരു വലിയ ടാസ്ക് ആണ് ദേവിയെ കണ്ടെത്തുക എന്നുള്ളത്. നിസ്സാര കാര്യമല്ല. ഒരു കുഞ്ഞു ദേവതയല്ല, എവിടെയോ ഒരു കൊച്ചു ബ്രാഞ്ചിലിരിക്കുന്ന കിളിയെ അല്ല നമ്മൾ കാണുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന 2 കിളികളില് ആദ്യത്തെ കിളിയും മുകളിലത്തെ കിളിയും നമ്മൾ കണ്ടു. സുപർണ. ആ സുപർണ സദാ സ്വർണ്ണ നിറമുള്ള പക്ഷിയുടെ അടുത്തോട്ട് ഈ ചാരനിറമുള്ള പക്ഷിക്ക് തന്റെ ആ ഒരു ശിഖരങ്ങളിലൂടെ തന്റെ ജീവിതമാകുന്ന ആ വൃക്ഷത്തിലെ കൊച്ചു കൊച്ചു കൊമ്പുകൾ ചാടി സുഖദുഃഖങ്ങൾ കടിച്ചു തിന്ന് മുകളിലോട്ട് നോക്കും. അപ്പൊ അമ്മയെ കാണും. പിന്നെയും സാരമില്ല, മറന്നു പോകും. കാരണം മധുരമുള്ള ഫലങ്ങൾ കിട്ടുമ്പോൾ, സുഖം കിട്ടുമ്പോൾ വീണ്ടും ഇതാണ് സത്യം എന്ന് പറഞ്ഞ് താഴോട്ട് വരും, മുകളിലോട്ട് പോകും. അല്ലേ? നമ്മുടെ ഉപനിഷത്ത് മന്ത്രമാണിത്. ആ സുപർണ സയുജ സഹായ. എന്താ? ഏത് വൃക്ഷത്തില്? തന്റെ ശരീരമാകുന്ന വൃക്ഷത്തിലിരിക്കുന്ന 2 കിളികള്, ഈ ജീവാത്മാവും പരമാത്മാവും. അപ്പോ നല്ല ഫലങ്ങളെ കിട്ടുമ്പോൾ സുഖമാണെന്ന് വിശ്വസിച്ച് വീണ്ടും താഴത്തെ കൊമ്പിലോട്ട് വരും, വീണ്ടും ഭൂമിയിൽ വരും. അവിടെ ദുഃഖങ്ങൾ വരുമ്പോ, അയ്യോ അമ്മ എനിക്ക് വയ്യ, എന്നെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് വിളിക്കും. അപ്പൊ മുകളിലോട്ട് നോക്കും. അപ്പോ ഈ സുഖദുഃഖങ്ങൾ സമ്യക്കായിട്ട് എല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ ഒരു തലത്തിലെത്തുമ്പോ ഈ പക്ഷി സദാ
സദാ പശ്യന്തി സൂരയഃ വിഷ്ണോ പരമം പദം. സദാ എനിക്ക് അത് മതി എന്ന് ചിന്തിച്ചുറപ്പിക്കുന്ന പക്ഷി പതുക്കെ പതുക്കെ അറിയാതെ തന്നെ മോളിലിരിക്കുന്ന പക്ഷിയുടെ പ്രഭാവം കൊണ്ട് ഈ പക്ഷി മോളിലോട്ട് കയറി കയറി ചാരനിറം മാറിയിട്ട് സ്വർണ്ണ നിറമായി തീരുകയാണ്. നമ്മളെല്ലാം ചാരനിറം പൂണ്ട പക്ഷികളാണ്. താഴെ വന്നു നമ്മൾ മോളിലോട്ടുള്ള സ്വർണ്ണ പക്ഷിയെ കാണുന്നു, ഇടയ്ക്കിടയ്ക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടുത്തത് വിടാൻ താല്പര്യമില്ല. ഇനി ജന്മങ്ങളെ അലോട്ട് ചെയ്യണം, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വീണ്ടും ഭൂമിയിൽ വരണു. സ്ഥിരമായിട്ട് നിറമുള്ള പക്ഷിക്ക് എന്താ, ഒന്നും ഒരിടത്തും പോണ്ട, എവിടെ ഇരുന്നാലും പ്രപഞ്ചത്തില് ഒന്നും നേടാനില്ല, ഒന്നും കൊടുക്കാനും ഇല്ല. അവിടെ എല്ലാം ഒരു സന്തോഷം, സമാധാനം. അവിടെ ഏറ്റക്കുറച്ചിലുകളോ സുഖദുഃഖങ്ങളോ ആ ഒരു പൊങ്ങലും താഴലും ഒന്നുമില്ല. സ്ഥിരമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ആ സ്വർണ്ണ നിറം, അതിനെയാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് സ്വർണം താഴോട്ട് വന്ന് നേടാനില്ല, സദാ ഞാൻ സ്വർണ്ണ നിറമാണ്. തന്റെ ഉള്ളിലുള്ള ആത്മവസ്തുവിനെ തിരിച്ചറിഞ്ഞ പക്ഷി. അതിലോട്ട് ചേരണോ വേണ്ടോ എന്ന് താഴെ ഇരിക്കുന്ന പക്ഷിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ ദേവി വന്നു കഴിഞ്ഞാൽ, അത് ഞാൻ പറയാൻ കാരണം ഈ വിഷ്ണുവിന് ദേവന്മാര് വന്ന് നിരന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൂജിക്കുന്ന ഈ ദേവി, വിഷ്ണു ദേവിയുടെ മഞ്ചത്തിന്റെ വെറും ഒരു കാലാണ്. നമ്മളത് മോശമായിട്ട് കാണുകയില്ല, അതും ദേവി തന്നെയാണ്. എന്നാലും ഈ ത്രിപുര സുന്ദരി വരുമ്പോ ആരൊക്കെയാ വരുന്നത്? ശ്രീദേവി പൂജാർത്ഥം, അമ്മയെ പൂജിക്കാൻ നമ്മൾ വിളിക്കുക നമ്മുടെ ഉള്ളിൽ നിന്ന്. പക്ഷെ വരുന്നതാരാ? പ്രപഞ്ചം മുഴുവനും അവിടെ വരും. കാരണം ശ്രീചക്രത്തിലാണ്. ശ്രീചക്രം അമ്മയുടെ രൂപമാണ്, അമ്മ ഇരിക്കുന്ന സ്ഥലമാണ്. അമ്മ ഇരിക്കുന്നിടത്ത് ഇവർ വരാതിരിക്കാൻ പറ്റില്ല. ശ്രീചക്രം എന്ന് പറയുന്നത് ഈ ദേവതകളെ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. നമ്മുടെ ശരീരം എങ്ങനെയാണോ പല ദേവതകളെ കൊണ്ട്, ആ നഖം മുതൽ ആ ഒരു ഉച്ചം തല വരെ എല്ലാ ദേവതകളും നമ്മുടെ ശരീരത്തില് ശരീരമാകുന്ന ശ്രീചക്രത്തിൽ ഇരിക്കുന്ന പോലെ വെളിയിലിരിക്കുന്ന ശ്രീചക്രത്തിലും ഇത്രയും ദേവതകള് സന്നിഹിതരാണ്. ആ ഒരു സങ്കല്പത്തോടു കൂടിയാണ് നമ്മുടെ ഗുരുപരമ്പര ശ്രീചക്രത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദേവിയെ വിളിക്കുമ്പോൾ സാധാരണ അവർ അവിടെ തന്നെ ഇരിക്കും. ദേവിയെ പ്രത്യേക പൂജയ്ക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ത്രികണ്ഠ മുദ്ര വെച്ച് വെളിയിൽ കൊണ്ടുവരുമ്പോൾ ശ്രീദേവി പൂജാർത്ഥം ശ്രീചക്രഗത. അപ്പൊ നോക്കൂ, ശ്രീചക്രഗത, ശ്രീചക്രത്തിനകത്ത് ഓൾറെഡി ഉള്ളത്, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ദേവതമാരാണ്. അപ്പോഴും വെളിയിലിരിക്കണു എന്ന് ചിന്തിക്കല്ല, എല്ലാരും ഉള്ളിൽ തന്നെ. അപ്പൊ ശ്രീചക്രഗത സർവ ആവരണ ദേവതാനാവാഹയാമി സർവത ഭദ്ര മണ്ഡല ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സമഷ്ടി സ്വരൂപം ദുർഗാ പരമേശ്വരി. ആദ്യം ആരാ വരണത്? ഈ 3 പേരും വരും. ദുർഗാ ചണ്ഡിക ബാല ത്രിപുരസുന്ദരി സഹിത സർവ ആയതന ദേവിയുടെ ആയതനം, അതായത് 4 ഓപ്പണിങ്സ് നമ്മൾ കണ്ടു. ശ്രീചക്രത്തിലുള്ള ദേവിയുടെ ആ ഒരു 4 എന്താ പറയാ ആംനായങ്ങള്, അവിടെ ഇരിക്കുന്ന എല്ലാവരും ദേവി വന്നു കഴിഞ്ഞാൽ അവരവിടെ ഇല്ല. കാരണം ദേവിയുടെ ശക്തിയാണ് അവര്. പിന്നെ ആര് വരും? ചതുരായന ദേവത, ആദിത്യാദി നവഗ്രഹാൻ എല്ലാവരും ആവാഹിക്കേണ്ട അവര് വന്ന് ഇരിക്കുകയാണ് അവിടെ. ദേവിയെ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇന്ദ്രാദി ലോകപാലകാനാവാഹയാമി പഞ്ചഭൂതാനാവാഹയാമി. ഈ ആവാഹയാമി നമുക്കാണ്. പക്ഷെ എന്താ, അവര് വരുമ്പോ, അമ്മ വരുമ്പോ നമ്മൾ ആവാഹിച്ചില്ലെങ്കിലും അവരവിടെ വന്നിരിക്കും. കാരണം ദിവ്യ സിദ്ധ മാനൗക ഗുരുമണ്ഡലമായിട്ട് പൂജിക്കുന്ന ദേവി വന്നിരുന്നാല് മഹാചതുഷ്ടി കോടി യോഗിനികൾക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല, അവര് വന്നിരിക്കും. അപ്പോ സമസ്ത ദേവ ഗന്ധർവ യക്ഷ കിന്നര അപ്സര സാധ്യ സിദ്ധഗണാൻ എല്ലാവരും അവിടെ പ്രസന്റ് ആയിരിക്കും. കാരണം ആവാഹിക്കേണ്ട ദേവിയുടെ ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് അവരെല്ലാം. സമസ്ത ദേശകാല വസ്തുഗണ ജീവ ചൈതന്യം. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ട? ശൃംഗാര കാമലീല സംഗീത നാട്യ വീര ഗോഷ്ഠി പ്രദർശകൻ അവരെല്ലാം വന്നു കഴിഞ്ഞു. സകലവരും എന്താ, അമ്മയെ പൂജിക്കുന്നിടത്ത് പ്രസന്റ് ആണ്. അത് എപ്പോഴും ചിന്തിച്ചോളണം. അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അതാണ് അമ്മ എപ്പോഴും ആവരണ ദേവതകൾക്ക് നമ്മൾ ദേവിക്ക് എല്ലാം കൊടുത്ത് ശ്രീചക്രത്തിന്റെ ബിന്ദുവിലോട്ട് കയറ്റി വിടുമ്പോൾ തിരിച്ചു കയറി പോകുന്നത് എല്ലാം ആവരണ ദേവതകള് ചേർന്നിട്ടാണ്. അമ്മ ഒറ്റയ്ക്ക് പോവാറേ ഇല്ല. കാരണം അമ്മ ഈ പ്രപഞ്ചമാണ്, പ്രപഞ്ച ശക്തി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അമ്മയ്ക്ക് ആവരണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആരൊക്കെയാണ് അവിടെ വന്ന് നിന്നത്? ആകാശത്ത് എല്ലാവരും വന്ന് നിന്നു. ദേവന്മാരെല്ലാം നിരന്നു. അവിടെ അതിന്റെ കൂടെ ഒരാളും കൂടെ വന്നു നിന്നു. കാരണം തന്റെ പിതാമഹന്മാര്, തന്റെ പിതാവ് ദശരഥ മഹാരാജാവ്, അതിന്റെ മുമ്പിലുള്ളവരെല്ലാവരും ആകാശത്ത് നിരന്നു വിളിക്കുന്ന എന്താ? വിഷ്ണു. ദശരഥ നന്ദനായിട്ടിരിക്കുന്ന രാമനെ, ദാശരഥിയെ, ഇപ്പൊ മുകളിലിരിക്കുന്ന ദേവന്മാര് അവരുടെ യഥാർത്ഥ പേര് എവിടെ നിന്നാണോ വന്നത്, രാമനായിട്ട് അവതരിച്ച ആളിനെ മേളിൽ നിൽക്കുന്നവർ വിളിക്കുക, അല്ലയോ വിഷ്ണു.
അങ്ങ് വന്നാലും വ്യാപിച്ചു കിടക്കുന്നവനെ യഥാർത്ഥ പേര് അദ്ദേഹത്തെ വിളിക്കുക. സ്വധാമത്തിലേക്ക് ചെല്ലാൻ പുറപ്പെട്ട രാമനെ, വരിക രാഘവ, വരിക രാഘവ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. ഇവിടെ നിന്റെ ശരീരം ഇഷ്ടം പോലെ നീ സ്വീകരിച്ചുകൊള്ളൂ. നിനക്ക് എന്ത് വേണം? നീ വാസുദേവനായിട്ടോ അനന്തശായിയായിട്ടോ നിനക്ക് ഏതാണോ ഇഷ്ടം, അതോ ശംഖുചക്ര ഗദാപത്മത്തോടു കൂടിയ ചതുർബാഹുവായിട്ടുള്ള രൂപമോ, നിനക്ക് ഏതാണോ നിന്റെ സ്വധാമത്തില് വേണ്ടത് നീ സ്വീകരിക്കൂ. അല്ലയോ ഭഗവാനെ, എത്ര കാലമായി ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കണു, വരൂ. എന്താ യോഗത്തിന്റെയും ലോകത്തിന്റെയും, അതാണ് നമ്മൾ യോഗം എന്ന് പറഞ്ഞ ലോകത്തിൽ എന്താ നമ്മൾ ജീവിക്കണം. പക്ഷെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ദിവ്യമായിട്ടുള്ള സ്ഥലത്ത് ചെല്ലുമ്പോ എന്താ യോഗം സംഭവിക്കണം. ഇതാണ് ഈ രണ്ടും നീയാണ് എന്ന് തിരിച്ചറിയണം. അതായത് ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചതും നീയാണ്, ഇപ്പൊ മേളിൽ വന്നിരിക്കുന്നത് നീയാണ്, യോഗം ചെയ്തിരിക്കുന്ന യോഗേശ്വരനും നീയാണ്. അപ്പൊ നിന്നെ ആരും ഇതുവരെ അറിഞ്ഞില്ലല്ലോ. വിഷ്ണു തത്വം യോഗികളാൽ മാത്രമേ അറിയപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം യോഗികളാൽ പോലും ഗമ്യനും അഗമ്യനുമാണ് നീ. അതായത് ചില യോഗികൾക്ക് നിന്റെ അടുത്ത് എത്താൻ പറ്റുന്നുണ്ട്, ചിലർക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോ നിന്റെ രൂപം എന്താണ്? അസ്പഷ്ടമാണ്. പക്ഷേ യഥാർത്ഥ ഭക്തിയുള്ളവന് ദൃഷ്ടമാത്രേ പുനരരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. പുരുഷാർത്ഥങ്ങളെ എല്ലാം കടന്ന് തന്റെ അവസാനത്തെ പുരുഷാർത്ഥമായ മോക്ഷപദത്തിലേക്ക് എത്തിക്കാനും നിനക്ക് പറ്റും, നിന്റെ രൂപത്തിന് പറ്റും. പക്ഷെ ചിലർക്ക് അത് അസ്പഷ്ടമാണ് എന്ന് പറയാണ് അവര്. ആ ബ്രഹ്മതത്വം അതാണ് എന്ന് ചിന്തിക്കണം. അപ്പോ സരയൂ നദിയില് തന്റെ 3 സഹോദരന്മാരോടൊപ്പം, ആരാണ്? ലക്ഷ്മണനെ ആദ്യം പറഞ്ഞു വിട്ടു, തന്നിൽ നിന്ന് അകറ്റിയെങ്കിലും തന്റെ മഹാപ്രസ്ഥാന സമയത്ത് എന്താ തന്റെ 3 സഹോദരന്മാരോടൊപ്പം എല്ലാവരും ചേർന്ന് കുറെ പക്ഷികള്, മൃഗങ്ങള്, എന്താ അയോധ്യയിലുണ്ടായിരുന്ന ഒരുപാട് കുറെ പേര് വന്നില്ല. എപ്പോഴും അങ്ങനെയാണല്ലോ, സത്യത്തെ കുറെ പേര് തിരിച്ചറിയും, കുറെ പേര് അറിയില്ല. കുറെ ആളുകള് ഈ പറഞ്ഞ രാമനോടൊപ്പം തന്റെ സരയൂ നദിയില് തന്റെ ജീവത്യാഗത്തിനായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ 3 സഹോദരന്മാരോടൊപ്പം വിഷ്ണു തേജസ് വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. വൈകുണ്ഠത്തിൽ നിന്ന് ഒരു വിമാനം എന്ന് പറയുന്ന മന്ത്രശക്തിയാണ്, അവിടെ നിന്ന് താഴേക്ക് വരികയും ഈ പുഷ്പവൃഷ്ടിയോടുകൂടി തന്നെ ഈ പറഞ്ഞ രാമന്റെ ശരീരം, ആ ശരീരം പിന്നെ കണ്ടിട്ടില്ല. ജലത്തിൽ സമാധി എന്ന് പറഞ്ഞ ഇവരുടെ ഒന്നും ശരീരം പിന്നെ കാണില്ല. യോഗ ശരീരമായിട്ട് മാറി ഈ പറഞ്ഞ വിഷ്ണു തേജസ് വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. എല്ലാവരും തൊഴുകയോടുകൂടി വന്ദിച്ച് പൂജിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഈ രാമായണം എന്ന് പറഞ്ഞപ്പോ ഏറ്റവും നമ്മൾ നോക്കൂ, സായുജ്യ പദവിയില് ഒരു രാമനായിട്ട് ജനിച്ച, മനുഷ്യനായിട്ട് ജനിച്ച, അഗ്നിയിൽ നിന്ന് വന്ന തന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് തന്റെ പ്രകൃതിയായിരിക്കുന്ന സീതയെ ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്മ വരുത്തി ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് രാവണനെയും കുംഭകർണനെയും തന്റെ പാർഷദന്മാർക്ക് തിരിച്ച് വൈകുണ്ഠ പ്രാപ്തി കൊടുത്തിട്ട് രാമന്റെ വിജയിയായിട്ടുള്ള രാമന്റെ, ധീരനായിട്ടിരിക്കുന്ന രാമന്റെ യാത്ര വിഷ്ണു പദവിയിലേക്ക്, തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക്, സ്വധാമത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ രാമായണം വായിച്ച ഈ തത്വം നമ്മൾ ഗ്രഹിച്ചാൽ, ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആരായിത്തീരും? നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവാൻ പറ്റില്ല. കാരണം ഈ തത്വം കേൾക്കുന്നവർക്ക് മാറാണ്ടിരിക്കാൻ പറ്റില്ല. ഏതൊരു അന്ധനും ബധിരനും മൂകനും സംസാരിക്കുന്ന പറയണത്. ഏത് കർമ്മങ്ങൾ കൊണ്ടുവന്നവരും കർമ്മങ്ങളെ ദഹിപ്പിക്കും. പിന്നെ ആരായി തീരണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ കഥ കേട്ട ഓരോരുത്തർക്കും ഇതാണ് വാൽമീകി രാമായണം പറയണത്. ഈ രാമന്റെ തത്വം ഈ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധകന് എത്രയും പെട്ടെന്ന് മുക്തി ലഭിക്കുന്നു. അതുപോലെ ഒരു സാധാരണ മനുഷ്യൻ, അതാണ് അന്ധൻ, കാണാൻ പറ്റില്ല പക്ഷെ കേൾക്കാൻ പറ്റും. കേൾക്കാൻ പറ്റാത്തവനോ പക്ഷെ ഈ പുണ്യചരിതം അവന്റെ മനസ്സിൽ മാറ്റമുണ്ടാകും. ശരീരമല്ല കേൾക്കുന്നത്, ചെവി എന്ന് പറയുന്നത് ഒരു ബാഹ്യ ഉപകരണമാണ്. കേൾക്കേണ്ടത് ഉള്ളിൽ കേട്ടോളും. അത് സത്തിന്റെ സംഘം കൊണ്ട് ഈ പറഞ്ഞ നിജസ്വരൂപത്തിലേക്ക് നമുക്ക് മടങ്ങാൻ പറ്റും. ഈ പറഞ്ഞ ശരീരത്തിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള ധാമത്തിലേക്ക്, നിജം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടിരിക്കുന്ന ആനന്ദം, അത് നഷ്ടപ്പെടാത്തതാണ്. അതിനെയാണ് നമ്മൾ ആത്മാനന്ദം എന്ന് പറയുന്നത്. ആ നിജ ആനന്ദത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഈ ആനന്ദം നമുക്ക് തന്നാൽ അത് ഒരിക്കലും നമ്മളെ വിട്ടകലില്ല. ഇതറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ ഇതുവരെ കിട്ടാതെ പോയത്. ഈ നമ്മൾ തേടി നടക്കുന്നതെല്ലാം ഈ പറഞ്ഞ കരിക്കട്ടയാണ്. യഥാർത്ഥ അഗ്നിയെ നമ്മൾ കണ്ടിട്ടില്ല. ചാരം മൂടിയ അഗ്നിയെ നമ്മൾ തീ എന്ന് വിചാരിച്ചു. അതല്ല, ഇതെല്ലാം
എന്താ നഷ്ടപ്പെട്ടു പോകുന്നതിലല്ല ആനന്ദം. ആത്മാവ് നിജമാണ്, ആത്മാവ് സത്യമാണ്. അതിന്റെ ഒരു യഥാർത്ഥ ഭാവം, അതാണ് ദേവി ആനന്ദമയ ചക്രത്തിൽ ഇരിക്കുന്നത്. ദേവിയുടെ ഭാവം, സ്വഭാവം. നമ്മുടെ ചിലര് പറയില്ല അവന്റെ സ്വഭാവം ഇപ്പോഴാ മനസ്സിലായതെന്ന്. എത്ര മൂടി വെച്ചാലും സ്വഭാവം പുറത്തു വരും, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള രൂപം. അപ്പോ യഥാർത്ഥമായിട്ടുള്ള രൂപം ഇതാണെന്ന് മനസ്സിലാക്കൂ. ഏത്? ആനന്ദമാണ്. ആ ആനന്ദമാവട്ടെ നിത്യമാണ്. അത് അനിത്യമാക്കുന്നത് അനിത്യ വസ്തുക്കളോട് ചേരുമ്പോഴാണ്. ആ മുകളിൽ നിന്ന് താഴെ പതിച്ചത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഗുരുദേവൻ പറഞ്ഞത്? ദേഹം നിജമല്ല, ദേഹി എന്ന് ഒന്നുണ്ട്. ദേഹം എന്ന് പറയുന്നത് ഈ ശരീരം നിജമല്ല, സത്യമല്ല. പക്ഷെ എന്താണ് ഇതിനകത്ത്? നമ്മൾ അറിയാതെ പോയ ഒരാൾ ഇതിനകത്തുണ്ട്. ദേഹി എന്ന് ഒന്നുണ്ട് ഈ ദേഹത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അറിഞ്ഞിട്ട് ഈ ആട്ടം തുടരുക. ആട്ടം എന്ന് പറഞ്ഞാൽ ആടുപാമ്പേ പുനം തേടുപാമ്പേ ആനന്ദക്കൂത്ത് കണ്ടാടുപാമ്പേ. ആനന്ദക്കൂത്ത്. എന്താ ആനന്ദക്കൂത്ത്? കുണ്ടലിനി ശക്തി ഉണർന്ന് തന്റെ ആ പുനത്തിൽ ചെന്ന് സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു പരാബോധം, ആ ആനന്ദം, അതാണ്. അപ്പൊ നീ എന്ത് മനസ്സിലാക്കണം? നിന്റെ ഉള്ളിലാണ് ഈ ദേഹി, നിന്റെ ഉള്ളിലാണ് ഈ ആനന്ദം. രണ്ടും ഈ പുനം, ഈ പാമ്പിന്റെ പുനം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പൊത്ത്. ആ പൊത്തിനകത്ത് ചെന്നിട്ട് കേറണം. അതിനകത്ത് ഈ പറഞ്ഞ ഒരു സ്ത്രീ, ഒരു സർപ്പിണി രൂപത്തില് കുണ്ടലിനി താഴെയുണ്ട്, സർപ്പത്തിന്റെ രൂപത്തില് ഭഗവാൻ സഹസ്രാര പത്മത്തിലുണ്ട്. ഇവര് രണ്ടുപേരും തമ്മിൽ ചേർന്ന് ആടുന്ന കൂത്താണ് ഈ പറഞ്ഞ പ്രപഞ്ചം മുഴുവനും. ഇത് അവരുടെ കൂത്താണ്, അവരുടെ കളിയരങ്ങാണ്, അവരുടെ ഒരു തമാശയാണ്, ലീലയാണെന്ന് കണ്ടിട്ട് അതിൽ ലയിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ എന്താ? ഈ ശരീരത്തിലിരിക്കുന്ന നിജസ്വരൂപത്തെ അറിഞ്ഞ് ഇരിക്കുന്നത് സാരൂപ്യം. ഈ ശരീരത്തിലിരിഞ്ഞ് ഈ സത്യത്തെ നേടുന്നതിനാണ് നമ്മൾ സാരൂപ്യമുക്തി എന്ന് പറയുന്നത്. രൂപം എപ്പോ വേണമെങ്കിലും എടുക്കാം, മാറാം, അത് പ്രാകൃതമാവാം, നല്ലതാവാം. പക്ഷെ രൂപമില്ലെങ്കിൽ, സ്ഥൂലമായിട്ടുള്ള കാലും കൈയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നിജസ്വരൂപത്തിലേക്ക് മാറാം. ഇത് മനുഷ്യജന്മത്തിന്റെ ജന്മ അവകാശമാണ്, ബർത്ത് റൈറ്റ്. നമ്മൾ പറയില്ലേ ഇവിടെ ഓരോന്നും നമ്മുടെ ബർത്ത് റൈറ്റ് ആണെന്ന്. നമുക്ക് ആകെ ഉള്ള ഒരു ബർത്ത് റൈറ്റേ ഉള്ളൂ. ബർത്ത് നമ്മൾ വിചാരിച്ചിട്ടല്ല, ഡെത്തും നമ്മൾ വിചാരിച്ചിട്ടില്ല. ചുമ്മാ കുറെ റൈറ്റുകളുടെ കാര്യങ്ങൾ നമ്മൾ പറയണം. യഥാർത്ഥമായിട്ടുള്ള ജന്മാവകാശം എന്താണ്? ഈ സത്യത്തെ അറിയുക എന്നുള്ളത്, നമ്മുടെ നിജസ്വരൂപത്തെ അറിയുക എന്നുള്ളതാണ് മനുഷ്യ ജന്മത്തിന്റെ ജന്മാവകാശം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വൈകുണ്ഠമാക്കാം, ബ്രഹ്മലോകമാക്കാം, എന്ത് ലോകങ്ങളും നമുക്കാക്കാം. കാരണം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ലോകങ്ങൾ. പക്ഷെ എന്നെ പിന്തുടർന്നാൽ, ഭഗവാൻ പറയുന്നു, എന്നെ പിന്തുടർന്നാൽ എല്ലാവർക്കും എന്താ? കുരങ്ങന്മാര്, തിരിയക്കുകള്, എല്ലാവർക്കും ഭഗവാൻ എന്താ? രാമപദം കിട്ടി. എല്ലാവരും അദ്ദേഹം തന്റെ തലത്തിലേക്ക് ഉയർത്തി, സ്വധാമത്തിൽ എത്തിച്ചു. അതാണ് അനുഗ്രഹം. അപ്പൊ ആരെയാണോ നമ്മൾ ആശ്രയിക്കുന്നത്, ആ ഈശ്വര പദത്തെ ആശ്രയിച്ചാൽ ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ആ പദത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോ ഇവിടെ നിന്ന് എന്താ പറയാ, എവിടെ നിന്ന് വന്നോ അവിടേക്കുള്ള തിരിച്ചു പോക്കാണ് ഈ ശരീരം എന്ന ഉപാധി കൊണ്ട് നമ്മൾ സാധിക്കേണ്ടത്. അപ്പൊ എന്താ? ജയവിജയന്മാരുടെ 2 ജന്മങ്ങൾ കഴിഞ്ഞു. ഇനി രാവണൻ ശിശുപാലനായും കുംഭകർണൻ ദന്തഭക്തനായിട്ടും അവർക്ക് ഒരു ജന്മം കൂടി ഇനി ബാക്കിയുണ്ട്, അല്ലെ? സുഗ്രീവൻ സൂര്യമണ്ഡലത്തിലേക്ക് തിരിച്ചുപോയി. എല്ലാവരും ഒരു കർമ്മത്തിന് വേണ്ടി ഒത്തുകൂടി. അപ്പോ നോക്കൂ, എല്ലാവരും അവരവരുടെ തിരിച്ച് സ്വധാമങ്ങളിലേക്ക് പോവാണ്. സുഗ്രീവൻ എവിടെ പോയി? സൂര്യമണ്ഡലത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ നാം എല്ലാം വന്ന ഒരു സ്ഥലമുണ്ട്, നമ്മൾ അത് തിരിച്ച് മനസ്സിലാക്കിക്കോളൂ. ഇത് പെർമനന്റ് അല്ല. അതാണ് ഈ കാണിക്കുന്നത്. സുഗ്രീവന്റെ മണ്ഡലത്തിലേക്ക് പോയി. രാമൻ വിഷ്ണുപദത്തിലേക്ക് പോയി. ഈ പറഞ്ഞ തിരിയക്കുകളും കൂടെ വന്ന വാനരന്മാരും എല്ലാരും സ്വധാമങ്ങളിലേക്ക് തിരിച്ചുപോയി. അപ്പോ നമുക്കും തിരിച്ചു പോകേണ്ട സ്ഥലമുണ്ടെന്ന് ഇപ്പൊ തന്നെ ഉറപ്പിച്ചോളണം. സുഗ്രീവന്റെ പുത്രനാണ് ആര്? സുഗ്രീവൻ സൂര്യപുത്രനാണ്. അതുകൊണ്ടാണ് അവിടെ തിരിച്ചു പോയത്. നമ്മൾ എല്ലാവരും തന്നെ എവിടെ നിന്നോ കുറച്ചു കാലത്തേക്ക് ഈ ഭൂമിയിൽ താമസിക്കാൻ എത്തിയവരാണ്. നമ്മൾ അതിഥികളാണ്, തിഥി നോക്കാതെ എത്തിയവരാണ്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് നാളും തിഥിയൊക്കെ കുറിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഭൂമിയിലേക്ക് ആക്സിഡന്റ് ആയിട്ട് വന്നവരല്ല. ചില കർമ്മങ്ങള് അതിഥികൾ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം തങ്ങാൻ വന്നവരാണ്. അപ്പൊ രാമായണം ഇതിനെ പാന്ധർ എന്ന് വിളിക്കണം. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. അപ്പൊ നമ്മൾ കുറച്ചു നാൾ വന്നിട്ട് ഒരുമിച്ച് ഒരു സത്രത്തിൽ താമസിക്കുന്ന പോലെ വഴിപോക്കരാണ്. അപ്പോ ആ സത്രങ്ങളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ എന്താ? അതിഥികളാണ്. നമുക്ക് സ്ഥായിയായിട്ടുള്ള ഒരു പെർമനന്റ് വാസം ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് വേറൊരു സ്ഥലത്തുണ്ട്. അത് വിട്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ അധർമ്മ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. ഈ ഒരെണ്ണം നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ സാധനയില് ഇതാണ് നമ്മൾ ഉറപ്പിക്കേണ്ട സത്യം. വേറെ ഒരിടത്തും പോകാനില്ല എന്ന് കരുതരുത്. ഇത് നമുക്ക് പോകാൻ ഒരു സ്ഥലമുണ്ട്.
പക്ഷെ എന്തായാലും പോകും നമ്മൾ, ഇല്ലേ? അപ്പൊ അറിഞ്ഞു പോകുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള വഴി, ആ ഒരു പന്ഥാവിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവും. അപ്പൊ നമ്മൾ പോകുന്ന ഇടം അറിഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാവരും തന്നെ ഈ ജീവന്മാരാണെന്ന് അറിഞ്ഞ് നമുക്ക് പോകാനുള്ള സ്ഥലത്തെക്കുറിച്ച് ഒരു ഉയർന്ന തലം നമുക്കുണ്ടെങ്കിൽ എന്താ, അതിനെയാണ് ആത്മതലം എന്ന് പറയുന്നത്. ആത്മാവിന്റെ തലം ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ എല്ലാവരും തന്നെ ഈ സ്ഥലത്ത് നിന്ന് വന്നവരെല്ലാം ഈ പറഞ്ഞ സാധനയിലൂടെ ആ തലത്തിലേക്ക് ഉയരണം. ഇതാണ് നമുക്ക് രാമായണം കാണിച്ചു തരുന്ന തത്വങ്ങൾ. എന്താ, ആസ്തികനും നാസ്തികനും എന്താ, ചിലര് ദൈവത്തെ പറയുന്നു, ദൈവം ഇല്ല എന്ന് പറയുന്നു, ചിലര് ദൈവത്തെ പൂജിക്കുന്നു, പക്ഷെ ദുഃഖം വരുമ്പോ ഈശ്വര എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ എന്താ, സൂത്രേ മണിഗണ ഇവയാണ്. ആ ഒരു സൂത്രത്തില് മത്ത പരതരം ന അന്യത കിഞ്ചിത ധനഞ്ജയ മയി സർവം ഇതി പ്രോതം, എല്ലാവരും ഞാൻ സൃഷ്ടിച്ചതെല്ലാം തന്നെ ഞാനാകുന്ന നൂലില്, സൂത്രം എന്ന് പറഞ്ഞാൽ നൂല്, ആ നൂലിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും മൃഗങ്ങളും തിരിയക്കളും ഈ പറഞ്ഞ ജലജീവികളും എല്ലാം തന്നെ. അപ്പോ ആ സൂത്രം, ഞാൻ നിങ്ങളെ എല്ലാം കോർത്തിരിക്കുന്ന, അജ്ഞാതമായിട്ടിരിക്കുന്ന, കാണാൻ പറ്റാത്തുള്ള ആ സൂത്രം, ആ നൂല് ഞാനാണെന്ന് തിരിച്ചറിയൂ. ഈശ്വരനാണ്. ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ആ ഈശ്വരനാകുന്ന നൂലിലാണ് നിങ്ങളെ ഓരോരുത്തരെയും കെട്ടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവരുടെ ഈ ഒരു ആത്മസ്വരൂപം ഉണർന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു എന്നത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ജാതിയില് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചിന്തിച്ച് നമ്മൾ ഉറപ്പിക്കണം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അധപ്പതനം വന്നത്, ദുഃഖം വന്നത്? ഈ കാര്യം അറിയാത്തത് കൊണ്ട്. ഭൂമിയില് ഒരു എന്താ പറയാ, കുറച്ച് സ്ഥലം വാങ്ങി ഒരു വിവാഹം കഴിച്ച് കുറച്ച് കുട്ടികളെ ഉണ്ടാക്കി, ആ ഒരു നമ്മുടെ വീടെന്ന് പറയണില്ലേ, അത് നമ്മുടെ വീട്. അപ്പോ അത് ഗൃഹം. അപ്പൊ അതുപോലെ ഒരു വീടാണ് നമ്മുടെ ശരീരം. നവദ്വാരങ്ങളുള്ള ഒരു പുരം നമ്മുടെ ശരീരം, ഒരു കൂട്ടം. അത് ആ കൂട് വിട്ടിട്ട് എന്താ, അങ്ങനെയുള്ള വീട്ടില് നമ്മൾ വന്ന് കയറി. ഇതും ഒരു വീടാ. ശരീരം എന്ന് പറയുന്നത് ഒരു കൂട്, ഒരു പക്ഷിക്കൊക്കെ ഇരിക്കുന്ന പോലെ ഒരു കൂട്. അതിനകത്ത് 9 ദ്വാരങ്ങളുണ്ട്. അതിനകത്ത് ദേഹി വന്ന് ശരീരത്തിലിരുന്നു. അവിടെ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ ക്ഷത്രിയനെന്നോ ഇല്ലാതെ, ഹസ്താമലകൻ പറഞ്ഞ പോലെ എന്താ, ഹസ്താമലകനോട് ശങ്കരാചാര്യർ ചോദിച്ചു, കുഞ്ഞെ നീ ആരാണെന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി ഗൃഹീ വനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപ. ഞാൻ നിജബോധമാണ്. ഈ പറയുന്ന പേരുകളൊന്നും എന്റേതല്ല. അത് മനുഷ്യര് അജ്ഞാനം കൊണ്ട് എന്തൊക്കെയോ പറയണു. ക്ഷത്രിയനെന്നും ശൂദ്രനെന്നും മനുഷ്യനെന്നും ദേവനെന്നും യക്ഷനെന്നും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, ഇങ്ങനെയൊക്കെ പേരുകൾ പറയണു. അല്ലയോ ഭഗവാനെ, ഞാൻ ഇതൊന്നുമല്ല. ഞാൻ ആരാണ്? നിജബോധ രൂപ. ജാതി മതത്തിന്റെ എല്ലാം ഉറവിടം നമ്മൾ എന്താ, മനുഷ്യന്റെ മനസ്സുകളാണ്, അല്ലാതെ ബോധസ്വരൂപനായ ഭഗവാനല്ല. അപ്പൊ ഇത് മുക്തനാവാൻ ഈ സത്യത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വിഭാഗീയ ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഉണർത്താൻ പറ്റൂ. അപ്പൊ സ്വഭാവം എന്നുള്ള മനസ്സിലാക്കിക്കുക. സ്വാധിഷ്ഠാനം, സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ സ്വധാമമാണ്. നമുക്ക് ഇതിനെ പറഞ്ഞ് ഈ വീടിരിക്കുന്നതിനേക്കാളും ഉറപ്പുള്ള ഒരു സ്ഥലം ഉണ്ട് നമുക്ക്. അത് വിട്ടിട്ടാണ് നമ്മൾ വന്നത്. അവിടെ ആകട്ടെ എന്താ ആ ഒരു സ്ഥലം എന്താണ്? ഏതോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സഹ എന്ന് കാണണം. അവിടെ വാക്കുകൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ പ്രവേശനമില്ല. മനസ്സില്ല. എവിടെ മനസ്സ് പ്രവേശിക്കുന്നോ അവിടെ പൊല്യൂട്ടഡ് ആകും. മനസ്സാണ് ചിന്തകളിലൂടെ അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അവിടെ മനസ്സിന് പ്രവേശനമില്ല എന്നറിയൂ. എന്താ? മൃത്യോർമ അമൃതം ഗമയ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അന്വർത്ഥമായിട്ടുള്ള ഭാരതീയന്റെ പ്രാർത്ഥനയാണ്. എന്തിൽ നിന്നാണ്? അസതോമ സദ്ഗമയ. അസത്തിൽ നിന്ന്, സത്തല്ലാത്തതിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന്, അസത്തിൽ നിന്ന് എന്താ? അസതോമ സദ്ഗമയ. സത്തിലേക്ക് എനിക്ക് പ്രയാണം ചെയ്യാൻ പറ്റട്ടെ. തമസോമ ജ്യോതിർഗമയ. തമസ് എന്ന് പറഞ്ഞ ഇരുട്ടിൽ നിന്ന് ഗുരുവിന്റെ വെളിച്ചത്തില് കൂടെ നമ്മള് വെളിച്ചം കിട്ടിക്കഴിഞ്ഞ് നമ്മള് ആ ഒരു ഊർധ്വഗതിയെ പ്രാപിച്ച് ആ ഒരു വിളക്ക് പ്രകാശം എൻ്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഈ പ്രകാശം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുന്നു? നമുക്ക് ആ ഒരു മരണമില്ലാത്ത അവസ്ഥ. അതാണ് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. ഈ ജ്യോതി, ആത്മജ്യോതി ഉള്ളിൽ പ്രവേശിച്ച് വിളക്ക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ മൃത്യുവിനവിടെ സ്ഥാനമില്ല, അമൃതത്വം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് അന്വർത്ഥമായിട്ടുള്ള ഭാരതീയ സംസ്കാരം. അപ്പോ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും നാം എത്തിച്ചേരണം. അപ്പോൾ ശ്രേഷ്ഠമായ ഈ പദവിയാണ് നമ്മൾ നിജസ്വരൂപം, നിജ ആനന്ദം എന്ന് മനസ്സിലാക്കണം. ഇവിടാണ് രാമൻ അവസാനം ചെയ്യണത്. നോക്കൂ, കൂടെ ഉള്ളവരെ എല്ലാം തന്റെ ധാമങ്ങളിലേക്ക് ഉയർത്തി. ഭഗവാൻ പോകുന്ന സമയപ്പോ വിളിച്ചു, വരാൻ ആഗ്രഹമുള്ള എല്ലാരെയും വിളിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തനിക്ക് വേണ്ടി താൻ മാത്രം പോകണമെന്നല്ല പറഞ്ഞത്.
എല്ലാവരെയും ഉയർത്തണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും നല്ലതായിട്ട് വരണം. രാമൻ തന്റെ ജീവിതത്തിലൂടെ മനുഷ്യരാശിക്ക് കാണിച്ചു കൊടുത്തത് ഈ തത്വങ്ങളാണ്. നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ച് ആഹാരം പങ്കുവെക്കുന്നത്, എന്താ പറയാ, ഓരോന്ന് ആത്മസുഖം എന്ന് പറഞ്ഞാൽ എന്താ, ഉടനെ പറയും ആഹാരം പങ്കുവെച്ചു കൊടുക്കണതാണ്, മറ്റാണ് എന്തോ അന്യന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അന്യനാണ്, മറ്റതാണ്, കുറെ മതിൽക്കെട്ടുകൾ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ശരിക്കും ഭാരതീയമായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള പ്രാർത്ഥനയാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ആ ലോകത്തില് ആലോകേതേ ഇത് ലോകം, എന്റെ ആ ഒരു വീക്ഷണ മണ്ഡലത്തിൽ, എന്റെ കോൺഷ്യസ് തലത്തിൽ എനിക്ക് ലോകം മുഴുവൻ എന്റെ ഒരു ചെറിയ ബ്രെയിനിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അറിയുന്ന ഈ ലോകം, എനിക്ക് അറിയപ്പെടുന്ന ഈ ലോകം, അവിടെ എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും സുഖം വരട്ടെ. ഇത് നമുക്ക് ഉറയ്ക്കണം രാമായണം പഠിക്കുമ്പോഴെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പ്രപഞ്ച മാതാവായിട്ടിരിക്കുന്ന അമ്മയെ നമുക്ക് കിട്ടുള്ളൂ. ചുമ്മാ ലളിതാ സഹസ്രനാമം പഠിച്ചാൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇരിക്കാനേ പറ്റൂ. അമ്മയെ കിട്ടി, എനിക്ക് അമ്മയെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയണമെന്ന ഓരോരുത്തർക്കും ഈ തത്വങ്ങൾ എന്താ, ഒരു വീടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിത്തറയായിട്ട് നമ്മൾ കാണണം. ആ ഒരു രാമായണം വായിച്ചു കഴിയുമ്പോൾ രാജാവായ രാമനെ അല്ല നമ്മൾ കാണേണ്ടത്. ജാതി മത ഭേദമന്യേ സരയൂ നദിയിൽ പ്രവേശിച്ച് അവിടെ എന്താ ആത്മഹത്യ ചെയ്ത രാമനെ അല്ല നമ്മൾ കാണേണ്ടത്. തന്റെ ജീവത്യാഗം ചെയ്ത, വാക്കിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആത്മഹത്യ വേറെയാണ്, ജീവത്യാഗം വേറെയാണ്. എല്ലാം അറിഞ്ഞ് ത്യജിച്ചു ആ രാമന്റെ കൂടെ ആ പറഞ്ഞ മനുഷ്യരെല്ലാവരും കൂടെ പോയി. അവർക്കെല്ലാം ആ ഒരു മുക്തിപദം കിട്ടി ആ രാമന്റെ കൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ മനുഷ്യനായ രാമന്റെ കൂടെ അല്ല ഇറങ്ങേണ്ടത്, ഈ ആ ഒരു അവതാര പുരുഷനായിരിക്കുന്ന രാമന്റെ കൂടെ വിട്ടിട്ട് എന്താ, നമ്മളും ശരീരബോധത്തെ വിട്ട്, മൃഗങ്ങളാണെങ്കിൽ എന്താ, ആ മൃഗങ്ങളുടെ ദേഹം പോലും ഭഗവാന്റെ കൂടെ പോയപ്പോൾ എന്താ വിമാനത്തിൽ കയറി എന്നാണ്. ആ വിമാനം ഈ പറഞ്ഞ രാമനെ കൊണ്ടുപോകാൻ വന്ന വിമാനത്തിലെ മൃഗങ്ങളുടെ ജീവൻ പോലും കയറിപ്പോയി എന്നാണ്. അതാണ് വിമാനം. ആ ഒരു വ്യക്തമായിട്ട് നമ്മൾ അറിയണം. അല്ലാതെ നെടുമ്പാശ്ശേരിയും തിരുവനന്തപുരം ഉള്ള വിമാനമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഉയർന്നു പോകാനുള്ള ഇന്ധനം. ആ ഇന്ധനം എന്താണ്? ആ ഇന്ധനം നിറയ്ക്കണം. ആ ഇന്ധനം എന്ന് പറയുന്നത് ഈശ്വരീയ ശക്തി, ആ സദ്വികാരങ്ങള്, സദ്വിചാരങ്ങള്, കർമ്മഫലങ്ങള്, പുണ്യഫലങ്ങള്, അത് നിറയ്ക്കാതെ നമുക്ക് ഉയർന്നു പൊങ്ങാൻ പറ്റില്ല. ആ വിഷ്ണുധാമത്തിലേക്കോ ബ്രഹ്മപദത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ ഉയരണമെങ്കിൽ ആ വിമാനത്തില് ആ നല്ല പോസിറ്റീവ് തോട്ട്സ് നിറച്ച് ഈ കൊണ്ടുവന്നിട്ടുള്ള പ്രാരാബ്ധ കർമ്മങ്ങളുടെ ഭാരം കുറയ്ക്കണം. ശരീരഭാരത്തെ കുറച്ചിട്ട് മനസ്സിന്റെ ഉയർന്നു പൊങ്ങാനുള്ള കഴിവ് അതിനെ വികസിപ്പിച്ചെടുക്കണം. പക്ഷെ അത് ശരീരം ത്യജിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ മനസ്സ് ഉയരേണ്ടത്. ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് ഊർധ്വമണ്ഡലമുണ്ടെന്നും അധോലോകം ലക്ഷ്യമാക്കി സഞ്ചരിക്കുക. ആ മനസ്സിന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അധോലോകത്തിൽ പോകാം, ഊർധ്വലോകത്തിൽ പോകാം. തീരുമാനിക്കേണ്ട നമ്മളാണ്. അത് ആരാണ് ഓടിക്കുന്നത്? നമ്മളാണ് പൈലറ്റ്. നമ്മൾ കണ്ടില്ലേ ഒരു പൈലറ്റിന്റെ ജീവത്യാഗം, അത് കത്തിപ്പോവാതെ, ഒരു അഗ്നികോളം ആകാതെ അതിനകത്ത് ഇരുന്നവരെ രക്ഷിച്ച് ആ രീതിയിൽ കൊണ്ടുവന്ന് ഇറക്കി. അതുപോലെ പൈലറ്റാണ് വിമാനത്തെ നിയന്ത്രിക്കണം. നമ്മുടെ ശരീരമാകുന്ന വിമാനം നിയന്ത്രിക്കുന്ന പൈലറ്റ് നമ്മൾ ഓരോരുത്തരുമാണ്, ഇല്ലേ? അതിന്റെ പുണ്യ പാപങ്ങൾക്കനുസരിച്ച് അതിന്റെ ദിശ നിശ്ചയിക്കുന്നതും നമ്മളാണ്. സ്വതന്ത്രമായി ആകാശത്ത് പറന്ന് നടക്കണോ, എന്ത് വേണം നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ എന്താ, ഈ പറഞ്ഞ കൂട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കണോ, താഴോട്ട് ഇടിച്ചിറക്കണോ, എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ബിക്കോസ് വി ആർ ഫ്രീ. നമ്മുടെ ശരീരത്തിന് ഈ ജീവൻ ഫ്രീ ആയിട്ട് അകത്തിരിക്കുക. പക്ഷെ നമ്മളെ നിശ്ചയിക്കുമ്പോഴല്ല വരുന്നത്, നമ്മളെ നിശ്ചയിക്കുമ്പോഴല്ല പോകുന്നത്. ഇതിനൊരു കാലഗണനയുണ്ട്, കാലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ എപ്പ വരണം, എപ്പ പോകണം. അതിനകത്ത് കിട്ടുന്ന സമയം വ്യർത്ഥമാക്കി കളയാതെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. എന്താ, ആ ഒരു കൂട്ടിലെ കിളിയാണ് നമ്മൾ. ആ കൂട്ടിലെ അദ്ദേഹം ഒരു വലിയ കവി പാടാറുണ്ട്, വിട്ടയക്കുക ഈ കൂട്ടിൽ നിന്ന് എന്നെ നീ, ഒട്ടു ഞാൻ വാനിൽ പറന്ന് നടക്കട്ടെ. കൂട്ടിൽ കിടക്കുന്ന കിളി എപ്പോഴാന്ന് പറയണ, എന്നെ ഈ കൂട്ടിലിട. കിളിക്ക് ഭയങ്കര ബന്ധനമാണ്, അല്ലെ? ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാര് എന്ന് പറയുന്ന സ്വർണ്ണക്കൂട്ടി കിടന്നാലും പക്ഷിക്ക് പറന്ന് നടക്കുന്നതാണ് ഇഷ്ടം. നമ്മുടെ ജീവൻ ഒന്നിനകത്ത് പിടിച്ച് അടച്ചു വെക്കാൻ പറ്റുന്നില്ല. അത് സ്വതന്ത്രമായിട്ട് വാനിൽ സഞ്ചരിക്കേണ്ടതാണ് നമ്മുടെ ജീവൻ. നമുക്കാണ് അവിടെ പോവാൻ പേടി. യഥാർത്ഥത്തിൽ ജീവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൂട്ടിനകത്തല്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിട്ടയക്കുക ഈ കൂട്ടിൽ നിന്ന് എന്നെ നീ. ഈ കൂട്ടിൽ നിന്നല്ലയോ ഈശ്വര ദേവി എന്നെ ഒന്ന് വിട്ടയക്കൂ. ഞാൻ അമ്മയുടെ ഇഷ്ടപ്പെട്ട ആ അമ്മയുടെ ആ ഒരു വിഹംഗം, ഞാൻ ആ ഒരു ആകാശത്തില് സ്വതന്ത്രമായിട്ട് ഒരു ഖഗമായിട്ട് ഒരു പക്ഷിയായിട്ട് ഞാൻ പറന്നു നടക്കട്ടെ എന്നാണ് പറയുന്നത്. കൂട്ടിൽ കിടക്കുന്ന പക്ഷി ഇങ്ങനെ കരയും. പക്ഷെ മനുഷ്യക്കൂട്ടില് മനുഷ്യനാകുന്ന ശരീരത്തിൽ കിടക്കുന്ന കിളിക്കാണെങ്കിലോ എപ്പോഴും ഇവിടെ കിടക്കാനാണ് ഇഷ്ടം. കാരണം അവർ വിചാരിക്കുന്നു അങ്ങനെ ഒരു പറന്നു നടക്കുന്ന സ്ഥലമില്ല എന്ന്. ഒരിക്കലും നമുക്ക് ആ ഒരു അറിവ് കിട്ടാതെ അജ്ഞാനത്തിൽ നിന്ന് വെളിയിൽ പറക്കാൻ പറ്റില്ല. അറിവ് കിട്ടിയാൽ എന്ത് ചെയ്യണം?
ഉടനെ ആത്മാനന്ദ സ്വാമികൾ പറയും പോലെ നാറ്റ ശരീരമല്ലാതെ എനിക്ക് എന്തുണ്ട്. അദ്ദേഹം എല്ലാം ഈ പറഞ്ഞ ആത്മാനന്ദ സ്വാമികളുടെ കൃതികളൊക്കെ നല്ല രസമാണ്. അദ്ദേഹം ശരീരത്തെയൊക്കെ വളരെ പുച്ഛിച്ചാണ്. അദ്ദേഹം പറയും നാറ്റ ശരീരമല്ലാതെ എനിക്ക് എന്തോന്നുണ്ടെന്നാ ചോദിക്കും. എനിക്ക് എന്തുണ്ട് അമ്മയ്ക്ക് തരാനായിട്ട്? ഈ ശരീരം അമ്മയ്ക്ക് വേണ്ട, അമ്മ കളയേണ്ട സാധനം. പക്ഷെ എനിക്ക് തരാൻ എന്താ? എനിക്ക് നല്ലൊരു മനസ്സുണ്ട്, ആ പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങൾ എൻ്റെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന സുഗന്ധം നിറഞ്ഞ മലരുകളെ കൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളിൽ എനിക്ക് വെക്കാൻ പറ്റണം. അല്ലാതെ ശരീരത്തെ പെർഫ്യൂമൊക്കെ പൂശി വെച്ചാലും ശരീരത്തിന്റെ സുഗന്ധമല്ല മനസ്സിന്റെ സുഗന്ധം. ഈ സുഗന്ധത്തെ അറിഞ്ഞാൽ, മനസ്സിന്റെ സുഗന്ധത്തെ അറിഞ്ഞാൽ എന്താ? അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. മനസ്സിന് സുഗന്ധം വരാൻ നമ്മൾ ചെയ്യുന്നതാണ് മന്ത്രസാധന. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ എന്താ? ശരീരത്തിൽ നിന്ന് നമ്മൾ ഉണരും. ഈ ശരീരത്തിൽ ബന്ധിച്ച് കിടക്കുന്ന കുറെ കെട്ടുകൾ മന്ത്രം ജപിച്ച് പൊട്ടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് പൊട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉയർന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു വളരെ ലൈറ്റ് ബോഡി കിട്ടും. അപ്പോ അനന്തമായ വിഹായസിലേക്ക്, ആകാശത്തിലേക്ക്, മുകളിലേക്ക് നമുക്ക് പറന്നു പോകാൻ പറ്റും. ഒരു ഖഗത്തിനെ പോലെ. ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ഗ എന്ന് പറഞ്ഞാൽ ഗമിക്കുക. അപ്പൊ ആകാശത്തിൽ ഗമിക്കുന്ന ആരാ? പക്ഷി. അതുകൊണ്ടാണ് മനുഷ്യനെ പക്ഷിയുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൂട്ടില്, ശരീരമാകുന്ന കൂട്ടിൽ കിടക്കുന്ന പക്ഷി. അപ്പൊ കേജരി മുദ്ര ഈ പറഞ്ഞതാണ്. ദേവി കേജരി മുദ്ര കാണിക്കുന്ന എന്താ? അമ്മ, എനിക്ക് ഈ കൂട്ടിൽ നിന്ന് പറന്നു വരണം അമ്മ, അമ്മയുടെ അടുത്തേക്ക്. എനിക്ക് പറക്കണം, എനിക്ക് ആകാശത്തില് ചരിക്കണം. അതാണ് കേജരി മുദ്ര. ശരീരത്തിലെ എന്താ? ഒരു അമൃതം പാനം ചെയ്തിട്ട്, ഈ ശ്വാസ നിയന്ത്രണം കൊണ്ട് അമൃതപാനം നടത്തിയതിനു ശേഷം യോഗശാസ്ത്രം ഈ കേജരി മുദ്ര കൊണ്ട് ആകാശത്തിലേക്ക് ഉയരുന്നു. ഇതാണ് നമ്മൾ ഏത് അധപ്പതിച്ച തലത്തിൽ കടന്നാലും ഈ ആരോഹണ പ്രക്രിയ ഇതേ രീതിയിൽ തന്നെയാണ്. അവര് പാപം ചെയ്തില്ലല്ല, പാപത്തിനെ ഇല്ലാതാക്കി നമുക്ക് പുണ്യം സമ്പാദിച്ച് അതിലോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള പടവുകൾ നമ്മൾ കടന്നു പോകണം. അതിന് എത്തിച്ചേരുന്ന ഗതിയാണ് നമ്മൾ എന്താ പറയണത്? സദ്ഗതി, സത്തിലേക്കുള്ള ഗതി. അതാണ് മോക്ഷം. അതായത് സ്വം എന്ന ആ വർഗതലം, നമ്മുടെ സ്വർഗം, ആത്മാവിന്റെ തലമാണ് സ്വർഗം. അതായത് ആത്മാവ് താമസിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്വർഗം, ആനന്ദം എന്ന് പറയുന്നത്. നമ്മള് നരകം എന്ന് പറയുന്നത് എന്താ? ദുഃഖമുള്ള സ്ഥലം. അപ്പൊ ഒരു ദുഃഖമില്ലാത്ത സ്ഥലം, സ്വം എന്ന ഭാവം. അപ്പോൾ എല്ലാത്തിൽ നിന്ന് തന്നെ ഈ ശരീരം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ, ഈ ശരീരം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പോയി ആത്മഹത്യ ചെയ്യണമെന്നല്ല. ഈ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടിത് ഇല്ലാത്തതാണ്, ഇതൊരു വെറുതെ മായയാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ ശരീരത്തിനെ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം ശരീരം ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. ആദ്യം ഈ ശരീരം വേണം, എന്നാലേ ധർമ്മത്തെ മനസ്സിലാക്കാൻ പറ്റൂ. അത് നന്നായിട്ട്, പക്ഷെ ഓവർ അറ്റാച്ച്മെന്റ് അതിനോട് കൊടുക്കല്ലെന്നേ ഉള്ളൂ. അതും അതിനോട്ട് ചേർന്ന കാര്യങ്ങളുമായിട്ട്. അപ്പോ ശംഭൂകൻ എന്ന ബോധമില്ലാത്ത അവസ്ഥയെ വെട്ടി എന്താ ഭഗവാൻ ചെയ്തത്? ബ്രഹ്മത്വത്തിന്റെ, ബ്രാഹ്മണന്റെ തത്വത്തിലേക്ക് ഉയർത്തിയിട്ട് സരയൂ നദിയിലെത്തി വിമാനത്തിൽ കയറി സ്വധാമത്തിലേക്ക് പോയി. അപ്പൊ പ്രകൃതി പ്രപഞ്ചം ഒക്കെ ഉപേക്ഷിക്കാൻ രാമൻ എന്താ തയ്യാറെടുക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈ സത്യങ്ങൾ കണ്ടാല് ആദ്യമായിട്ട് ഓരോന്നിനെയും അദ്ദേഹം ഉപേക്ഷിച്ചു. അതെന്താ? ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോവാൻ സമയമാവുമ്പോൾ തട്ടിപ്പറിച്ചെടുക്കാതെ സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കുന്ന രീതിയാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. ഇന്ന് ഹിന്ദുക്കൾ ഇത് മനസ്സിലാവുന്നുണ്ടോ? രാമായണം വായിച്ചിട്ട് നമ്മളെ തല്ലിയാലും വൃത്തികേട് പറഞ്ഞാലും ചവിട്ടി അരച്ചാലും നമ്മള് എല്ലാം നമ്മൾ ഭൂഷണമായിട്ട് കണ്ട് മിണ്ടാതിരിക്കുകയാണ്. കാരണം നമുക്കറിയില്ല, അജ്ഞാനമായിട്ടുള്ള തലത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് നമ്മള് ആ ഒരു ഉയർന്ന തലമാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കി ഈ പുച്ഛിക്കുന്നവരെ, സമൂഹത്തിന്, അവർ ഭരണാധികാരികളെ എന്ത് പറഞ്ഞാലും നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പ്രതികരിക്കാനും ഈ സത്യത്തെ അറിയാനും നമ്മൾ ശ്രമിക്കണം. ഇപ്പോ ശബരിമല അയ്യപ്പന്റെ പേരിൽ കാണിച്ച വൃത്തികേടുകൾ നമ്മൾ കണ്ടു. പവിത്രമായ സ്കന്ദഷഷ്ടി കവചത്തെ പരാമർശിച്ച് തറയായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹിന്ദുക്കളായതുകൊണ്ട് നമ്മൾ എന്തും ചെയ്യാം. നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നവരാണ്. എന്താണ് മതേതരത്വം? സെക്കുലറിസം എന്ന് പറഞ്ഞാല് എല്ലാ മതങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ് ഭാരതീയര്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാല് ഈ തത്വം ഉള്ളിൽ ഉറച്ചത് കൊണ്ടാണ്. എല്ലാരും നമ്മുടെ സഹോദരി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയാൻ കാരണം ഏകമായിട്ടുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞ ഋഷിമുനിമാരുടെ ആ പാരമ്പര്യമാണ് ഭാരതം. അവിടെ ജനിച്ച നമ്മൾ ഓരോരുത്തർക്കും ജാതി മതങ്ങളെ കൊണ്ട് നമ്മൾ വേർതിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ അജ്ഞാനികൾ എന്താ വിചാരിക്കുന്നത്? അവര് നമ്മൾ എല്ലാരെയും നമ്മൾ അവരോട് വഴക്കിനൊന്നും ചെല്ലുന്നില്ല, നമ്മളോട് എന്തും കാണിക്കാന്നുള്ള ഒരു തലം. അതായത് മലർന്നു കിടന്ന് തുപ്പുകയാണ് ഹിന്ദുക്കൾ എന്ന് പറയും പോലെ. നമുക്ക് ചില സമയത്ത് പറയാനുണ്ട് റോമൻ മോബ് എന്ന്. കാരണം
അതുപോലെ അവര് പറഞ്ഞ അവര്, ഇവര് പറഞ്ഞ ഇവര്, മറ്റവര് പറഞ്ഞ മറ്റവര്. സ്വന്തമായിട്ട് ഒരു നട്ടല്ലെന്ന് പറയണതേ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ധ്യാനിക്കുന്ന നട്ടല്ലില്ലാതെ ഏതിനും നമുക്കൊരു നിശ്ചയത്വം വേണം, ഒരു നിശ്ചയദാർഢ്യം വേണം. അപ്പൊ നമ്മൾ അഹിന്ദുക്കളാകരുത്. ആ ഒരു ഹിന്ദുവിന്റെ ആ ചൈതന്യം നമ്മൾ തിരിച്ചറിയണം. ഈ പറഞ്ഞ ആര് വിളിച്ചാലും അവരുടെ കൂടെ പോണെങ്കിൽ എന്തിനാണ് എന്നെ വിളിക്കുന്നത്, എന്താണ് എന്റെ കർമ്മം എന്ന് അറിഞ്ഞിട്ട് പോവുക. അത് ദാസപ്പണി നമ്മൾ ചെയ്യരുത്. ഈ ശൂദ്രൻ എന്ന് പറഞ്ഞ ദാസ്യപ്പണി എന്ന, പക്ഷെ ഭഗവാൻ വിഷ്ണുവിന്റെ കാൽപാദങ്ങളാണ്, ആ പറഞ്ഞ പുരുഷ സൂക്തത്തിലെ കാലുകളാണ് ശൂദ്രൻ്റെത്. കാരണം എല്ലാവരെയും സേവിക്കാൻ മനസ്സുള്ളവൻ. എല്ലാരെയും സേവിക്കണമെങ്കിൽ എങ്ങനെ മനസ്സ് വരും? മനസ്സിലെ ജാതി മത ചിന്തകളില്ലാതെ ഏകമായ സത്യത്തെ തിരിച്ചറിഞ്ഞവനാണ് ശൂദ്രൻ. എങ്കിലേ നമുക്ക് എല്ലാരെയും സേവിക്കാൻ പറ്റുമോ. നമ്മളെ ശരീരത്തിലെ ജാതി നോക്കിയോ പണം നോക്കിയിട്ട് സേവിക്കണവരല്ല ശൂദ്രര്. അത് മനസ്സിലാക്കാതെയാണ് അവർ ബ്രാഹ്മണ്യവും ഓരോന്ന് പറഞ്ഞ് ശൂദ്രനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ഇന്ന് കേരളത്തിൽ ഇല്ലാതായി. നമ്മൾ അതിൽ നിന്നൊക്കെ എന്താ ഒരുപാട് ഉയർന്നു. മനസ്സിന്റെ ഒരു സൈക്കോളജി നമ്മളെ ഇങ്ങനെ ഇടാനായിട്ട് നീ ഒരു ശൂദ്രനല്ലേ, നീ ദാസനല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കും. പക്ഷെ ഈ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ആ അജ്ഞാനം നമുക്ക് ഇല്ലാതാകുമ്പോൾ, അതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ആ മനസ്സിന്റെ തലം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് നശിക്കാതെ ഈ പറഞ്ഞ ആ ഒരു മൃത്യുഞ്ജയ മന്ത്രത്തിലോട് നമ്മൾ ആ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ, മൃത്യുവിനെ ജയിക്കണം ആ മന്ത്രത്തിലൂടെ, ആ ശരീരത്തെ ത്യജിക്കണം, ആത്മഭാവത്തെ സ്വീകരിക്കണം. രാമൻ തന്റെ ജന്മ ഉദ്ദേശം പൂർത്തീകരിച്ച് രാവണ കുംഭകർണന്മാരെ കൊന്ന് തന്റെ കൂടെ ഉള്ളവർക്കെല്ലാം തന്നെ മോക്ഷപ്രാപ്തി കൊടുത്ത് രാമ അവതാരം പൂർത്തീകരിച്ച് എല്ലാവരും ധാമങ്ങളിലേക്ക് മടങ്ങിയെന്ന് നമുക്ക് എന്താണ് കണ്ടെത്താനുള്ളത്? നമുക്കും ഒരു ഈ ഇവിടെ ചില കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. നമുക്ക് ധാമമുണ്ട്. 3 ജന്മങ്ങൾ എടുക്കും. ജയവിജയന്മാരെ പോലെ അവസ്ഥാത്രയങ്ങള് നമുക്കുള്ളത് എന്താണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അവസ്ഥകളുണ്ടെന്നും 4മത്തെ തുരീയമായിട്ടുള്ള പദമാണ് ഈശ്വരത്വമെന്നും നമ്മൾ അറിയണം. അതിൽ എത്തിച്ചേരുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും അറിയണം. അജ്ഞാനത്തിന്റെ കാമം, ക്രോധം, ലോഭം ഇങ്ങനെയുള്ള 3 രാക്ഷസ ശത്രുക്കളെ വധിച്ചിട്ട് എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ഈ മുകളിലോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാണെന്ന് കണ്ടിട്ട് ഈ പറഞ്ഞ ആ 3നെയും ഭേദിച്ച് കൊന്ന്, എന്നിട്ട് എന്ത് ചെയ്യണം? ആ അജ്ഞാനം കൊണ്ട് പിറക്കുന്ന സന്തതികളെല്ലാം തന്നെ അജ്ഞാനത്തിലേ കഴിയുള്ളൂ. അജ്ഞാനത്തെ കംപ്ലീറ്റ് രൂഢമൂലമായിട്ടിരിക്കുന്ന അജ്ഞാനത്തെ വേരോടെ പിഴുതു കളയണം. എന്നിട്ട് ജ്ഞാനം കൊണ്ട് ഉയർന്ന് എഴുന്നേറ്റ് ആ അധപ്പതനത്തിൽ നിന്ന് നമ്മൾ ഉയരണം. ആ ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് മോക്ഷം. ഇതാണ് നാം അറിയേണ്ടത്. ദൃഢമായിട്ട് ഒരു സാധനയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ഇത് അടിച്ച് ഉറപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. ആ പ്രബുദ്ധത കൊണ്ട് മാത്രമേ രാമായണ സപര്യ, നമ്മൾ ഈ പഠിച്ച രാമായണം എന്ന് പറഞ്ഞ ഈ ആ ഒരു സദ്ഫലം, രാമായണം വായിച്ചത് കൊണ്ടോ അതിന്റെ തത്വങ്ങൾ അറിഞ്ഞത് കൊണ്ടോ ഉള്ള സദ്ഫലം നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കേൾക്കാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണം. കാരണം നമ്മൾ ഓരോരുത്തരും സാധകരാണ്. നമ്മുടെ ലക്ഷ്യം ഉയർന്ന ഒരു തലത്തിലോട്ട് പോകാനാണ്. അപ്പോ ഇതൊരു അനുഗ്രഹമായിട്ട് കണ്ട് നമ്മുടെ ദേവിയാണ് നമ്മുടെ ആ ഒരു ലക്ഷ്യപ്രാപ്തി എങ്കില് ഈ പറഞ്ഞ രാമനെ പിടികിട്ടണം, കൃഷ്ണനെ പിടികിട്ടണം. രാമനെയും കൃഷ്ണന്റെയും സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലവും ഒക്കെ കടന്നിട്ട് ഗോപാലസുന്ദരി എന്ന ആ ഒരു വിശിഷ്ട രൂപത്തെ, ആ സൂക്ഷ്മതലം അറിയണം. കാരണം രാമകൃഷ്ണന്മാരെ അറിഞ്ഞാല് സൂര്യ തേജസ്സും ചന്ദ്രന്റെ കുളിർമയും അകാര ഉകാരം അകാരങ്ങളും തരണം ചെയ്ത് നമ്മള് ഓങ്കാരത്തിന്റെ ആ ധ്വനി കേട്ട് നാദ ബിന്ദു സ്വരൂപിണിയായിരിക്കണം അമ്മയിലോട്ടുള്ള യാത്ര. നമുക്കറിയാം നമ്മുടെ കാളി നാടകത്തിൽ അന്ന് കണ്ടില്ലേ, നമോ നാദ ബിന്ദു ആത്മികേ നാശഹീനെ നമോ നാൻ മറയ്ക്കും മണിപ്പൂം വിളക്ക് എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ പറയണ, അമ്മയുടെ കാൽപാദങ്ങളാകുന്ന 2 ഇണക്കപ്പൽ അല്ലാതെ ഇല്ല എനിക്കൊരാശ്രയം, ശിവാംബ നമസ്തേ. ആ അമ്മ, എനിക്ക് അമ്മയുടെ പാദങ്ങളല്ലാതെ, ആ ഇണക്കപ്പലുകളല്ലാതെ നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന ആ ചേവടി, ആ എല്ലാം കൊടുക്കുന്ന ചേവടി തേടി വന്ന ഒരു അഗതിയാണ് അമ്മ. അമ്മ എന്നെ സ്വീകരിക്കൂ. അമ്മയുടെ ഈ ചേവടികളല്ലാതെ എനിക്കില്ല വേറൊരാശ്രയം. ശിവാംബ നമസ്തേ. അമ്മ എന്നെ കാരുണ്യഭാവത്തിൽ നോക്കാതെ ഇരിക്കരുതേ അമ്മ. ഇന്ന് തിരിച്ചറിഞ്ഞു. ആ പാദത്തിൽ എത്തിച്ചേർന്ന് എന്നെ എന്ത് ചെയ്യണം? ഈ സംസാരം, ഘോര സംസാര വാരാനിധിക്കക്കരെ കയറാൻ ഈ തിരുപാദങ്ങളല്ലാതെ എനിക്ക് വേറെ ഇല്ലാന്ന് ശരണാഗതി ചെയ്യണവരാണ് നമ്മൾ ഓരോരുത്തരും ദേവി പാദങ്ങളില്. അപ്പൊ എന്ത് ചെയ്യണം?
ആ നിശബ്ദ ദേശത്തേക്ക് ആ ഓങ്കാരത്തിന്റെ പ്രണവധ്വനികൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം നാദബിന്ദുവാത്മികയാണ് അമ്മ. നാദത്തിലൂടെ ആ ബിന്ദു എന്ന് പറയുന്ന ആ സ്ഥലത്തുനിന്ന് പൊട്ടിത്തെറിച്ച് ആ ബിഗ് ബാങ് എന്ന് പറയുന്ന നാദസ്വരൂപിണി 51 അക്ഷരങ്ങളിലൂടെ ആ നശിക്കാത്ത ബ്രഹ്മസ്വരൂപിണി നമ്മുടെ ഉള്ളില്, നമ്മുടെ ഷഡാധാരങ്ങളിൽ ഇരിക്കുന്ന ചക്രങ്ങളില് വിന്യസിച്ചിരിക്കുകയാണ് അമ്മയുടെ ഭാവങ്ങൾ. ആ 51 അക്ഷരത്തിലേയും കടന്നു പോണം. അക്ഷരസ്വരൂപിണിയായിട്ടുള്ള അമ്മയെ അറിഞ്ഞിട്ട് അക്ഷരമായിരിക്കുന്ന പരബ്രഹ്മ തത്വത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങണം. അതാണ് ആത്മ ഉപദേശ ശതകത്തിൽ ഗുരുദേവൻ പറഞ്ഞത്. ഓങ്കാരത്തിൽ ജപിച്ച് എന്നെ സ്മരിച്ച് ശരീരം വിടുന്നവന് എന്താ ശ്രീകൃഷ്ണ ധാമത്തിൽ അല്ലെങ്കിൽ ഗോപാലസുന്ദരി ദേവി ധാമത്തില് എത്തിച്ചേരും. ഓങ്കാരം ജപിച്ച് ശീലിച്ച് ലയിച്ച് അതിൽ ലയിച്ച് പ്രകാശമാനമായിട്ടുള്ള ഒരു അമൃത തുല്യമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരട്ടെ. അതാണ് തമസോമാ ജ്യോതിർഗമയ എന്ന അവസ്ഥ. അവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. കാരണം ഈ പറഞ്ഞ രാമായണം എന്നുള്ള മാസത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നാലമ്പല ദർശനങ്ങളാണ്. എല്ലാം രാമന്റെ കുറെ രാമൻ, ലക്ഷ്മണൻ, ഭരതശത്രുഘ്നന്മാരുടെ ഒരു ബസ് പിടിച്ച് എല്ലാവരും കൂടെ ഒന്നും അറിയാതെ കുറെ ക്ഷേത്രങ്ങൾ. ഇന്ന് എന്താ ആ ക്ഷേത്രങ്ങളിലോട്ട് ചെന്ന് നമ്മൾ ഇന്ന് ഈ കൊറോണ നമ്മളെ പഠിപ്പിച്ചത് ക്ഷേത്രങ്ങളിലല്ല ദൈവം. ക്ഷേത്രങ്ങളിൽ നീ ഇപ്പൊ 6 മാസം കൊണ്ട് എന്താ ദൈവം നഷ്ടപ്പെട്ടു പോയോ? ഇല്ലല്ലോ. ക്ഷേത്രങ്ങളിലല്ല. മനസ്സിലാക്കൂ, നിന്റെ വീട്ടിലിരുന്ന് നിന്റെ സ്വധാമം നിന്റെ ഉള്ളിൽ തന്നെയാണ്. അവിടുത്തെ സത്യം മനസ്സിലാക്കൂ. നീ എന്നെ അന്വേഷിച്ച് വരണ്ടെന്ന് ഈശ്വരൻ തന്നെ ഒരു വാർണിംഗ് തന്നതാണ്. അതറിയാതെ വീണ്ടും ക്ഷേത്രം തുറക്കാൻ കാത്തിരിക്കുന്നവരാണ് കുറെ പേര്. ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു മോചനമാണിത്. ചിലപ്പോ ഒരു മാറ്റത്തിന് ഒരുപാട് പേരെ പ്രചോദിപ്പിക്കുന്നു. ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് സോഷ്യലൈസിങ് ഇല്ലാതെ, സമൂഹത്തിലെ പാർട്ടികൾ ഇല്ലാതെ, നമുക്ക് ജീവിതത്തിൽ യാത്രകൾ ഇല്ലാതെ ആ ഒരു ചെറിയ വൈറസ്, കണ്ണിന് കാണാൻ പറ്റാത്ത കുഞ്ഞു വൈറസ് നമ്മളെല്ലാം മര്യാദയ്ക്ക് വീട്ടിനകത്തിരിക്കണം. അപ്പൊ വീട്ടിനകത്തിരുന്നാലും ജീവിക്കാൻ പറ്റും ഇല്ലേ? 6 മാസമൊക്കെ ആകുമ്പോൾ എല്ലാവരും മനസ്സ് ആ തലത്തിലേക്ക് കൊണ്ടുവരും. പോവാൻ പറ്റില്ല എന്നറിഞ്ഞാൽ പിന്നെ പോവില്ല. ഇതുപോലെ തന്നെയാണ് മനസ്സ്. എന്ത് നമുക്ക് പറ്റൂല എന്നറിയണോ അത് പിന്നെ അതിനെ ചെയ്യാൻ പറ്റും. അതിനെ ഏത് പാത്രത്തിൽ വെള്ളം ഒഴിക്കണോ ആ രൂപം എടുക്കാൻ പറ്റുന്ന പോലെ മനസ്സിനെ നമുക്ക് അതിൽ എത്തിച്ചേർക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതാണ് ഈശ്വരന് നമുക്ക് ആ പറ്റണില്ല, സാധനങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ പറ്റാത്തത്? ഇപ്പൊ പറ്റിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടോ നമുക്ക്? നമ്മൾ ഇങ്ങനെ എന്താ രാവിലെ മുതൽ രാത്രി വരെ എല്ലായിടവും ഷോപ്പിങ്ങും ചെയ്ത് നടന്ന നമ്മൾ ഒരിടത്ത് പോകാൻ പാടില്ല, തൊടാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, മുഖം കെട്ടിമറക്കണം, സംസാരിക്കാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ചെയ്തവരെല്ലാം ഇത് ചെയ്യണ്ടെന്ന് ഭഗവാൻ തീരുമാനിച്ച് ഒരു എന്താ പറയാ ഒരു പുല്ല് ജപിച്ച് വെച്ച പോലെ അവിടെ വെച്ചു. അതിന്റെ അപ്പുറം നമ്മൾ കടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറ്റൂല എന്ന് പറയണത് വെറുതെ അല്ലേ? എന്താ സാധനങ്ങൾ പറ്റാത്തത്? നമുക്ക് എല്ലാം പറ്റും. എന്താ വേണ്ട? മനസ്സ് വേണം. ആ മനസ്സിനെ കൊണ്ടുവരണം. ഇന്ന് ഈ കർക്കടക മാസത്തില് 4 അമ്പലങ്ങളിൽ പോയില്ലെങ്കിൽ, 4 അമ്പല ദർശനം ഒന്നും നടന്നില്ലെങ്കിൽ ആ അമ്പലത്തിലിരിക്കുന്ന 4 പേരെ നമ്മുടെ ഹൃദയ ഗുഹയിലോട്ട് കൊണ്ടുവരണം. ആ വിഷമിക്കാതെ തന്റെ മനസ്സിലേക്ക് ഉറ്റുനോക്കണം. മനസ്സില് ചിത്തം എവിടെ? അവിടെ നിന്ന് ബുദ്ധി, പിന്നെ അഹങ്കാരം, അവിടെ എന്താ പറയാ അവിടെ നിന്ന് ആ 4 തലങ്ങള്, അതായത് ആ രാമനാകുന്ന ആ ശക്തി വിഷ്ണുവിന്റെ 4 തലങ്ങൾ നമ്മുടെ ഹൃദയത്തിലാണ്. ബുദ്ധി, ചിത്തം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 അറകളിൽ ഇരിക്കുന്ന 4 ക്ഷേത്ര കവാടങ്ങളും നമ്മൾ തുറക്കണം. നമുക്ക് 4 കവാടങ്ങൾ ഉണ്ടെന്ന് ഇപ്പൊ എത്രയോ സമയമായിട്ട് നമ്മൾ എത്രയോ നാളായിട്ട് പഠിക്കുന്നു. ബുദ്ധിക്ക് 4, മനസ്സിന് 4 തലങ്ങളുണ്ട്. ആ 4 തലങ്ങളും ആ അമ്പലങ്ങൾ അടച്ചിട്ടിരിക്കുക. ക്ഷേത്രം വെളിയിലാണ്, ഇത് ഉള്ളിൽ അടച്ചിട്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തുറക്കണം. തുറന്നിട്ട് എന്താ 4 ഭാവങ്ങളിലായിട്ട് വിലസുന്ന ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരെ കാണണം. സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം മനസ്സിന്റെ ഉള്ളറയിൽ എത്തിയാലേ ഈ കൊറോണ അല്ല നമ്മളെ ബന്ധിക്കണമെന്ന് മനസ്സിലാകും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തീരുമാനിക്കണം. പുറത്തിങ്ങനെ നടന്നാലേ ഈശ്വരനെ കിട്ടുള്ളൂ, പുറത്ത് തീർത്ഥത്തിൽ മുങ്ങണം, പുറത്ത് ചെന്ന് അമ്പലത്തിൽ കാണണം എന്ന് നമ്മുടെ മിഥ്യാധാരണകളൊക്കെ ഉടയ്ക്കാണ്. ഈ 6 മാസം ഈശ്വരൻ ഇല്ലേ? നമുക്ക് ഉണ്ട്. എവിടെയാണ് ഈശ്വരൻ? നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ പൂജാമുറിയിൽ. എങ്ങനെ വേണോ കാണൂ. ആ ഉള്ളിൽ കാണാൻ സാധിച്ച അത്രയും ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ 4 അറകൾ തുറന്ന് ആ 4 അമ്പല ദർശനം ഈ രാമായണം പഠിക്കുന്നതിലൂടെ നമ്മൾ കൊണ്ടുവരണം. അതായത് നമ്മളെ ബാധിക്കാത്ത, കാശ് നഷ്ടപ്പെട്ട് നമ്മൾ അലഞ്ഞു നടക്കാത്ത, ഒരു ശരീരക്ലേശം കൂടാതെ ദർശന പുണ്യം കിട്ടി അനുഗ്രഹീതരാകാം. വീട്ടിലിരുന്നാലും എന്ത് ചെയ്യണം? അറിയണം. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയണം. അജ്ഞാനത്തെ മാറ്റണം. ആ ഒരു ബോധത്തെ നമ്മൾ ഉണർത്തണം. അപ്പൊ ഈ 4 തലങ്ങളും കൂടെ ഒന്നായിട്ട് ചേർന്ന് ചിത്തശുദ്ധി ഉണ്ടായി സദാ നമ്മുടെ എല്ലാത്തിനെയും രമിപ്പിക്കുന്ന, എല്ലാത്തിനെയും രഞ്ജിപ്പിക്കുന്ന, എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ആ രാമൻ എവിടെ ഇരിക്കും? നമ്മുടെ ശരീരത്തിനുള്ളിൽ, നമ്മുടെ മനസ്സിൽ രാമനായിട്ടും സീതയായിട്ടും ലക്ഷ്മണനായിട്ടും ഭരതനായിട്ടും
എല്ലാത്തിന്റെയും പൂർണ്ണ തത്വമായിട്ടിരിക്കുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരിയായിട്ടും നമ്മുടെ ഉള്ളില് ആ ജ്വലിക്കുന്ന സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനിയെങ്കിലും നമ്മള് ഈ പറഞ്ഞ സാധകരെന്ന് നമ്മൾ അഭിമാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഈ സത്യത്തെ നമ്മൾ ഉണരണം. എന്നിട്ട് എന്താ? ഉറങ്ങിടേണം ഉണരരുതിനി. എന്തിനാ ഉറങ്ങേണ്ടത്? ഈ അസത്യങ്ങളെയൊക്കെ മറന്ന് എവിടെ ഉറങ്ങണം? ഉണരരുതിനി ഉറങ്ങിടേണം. എന്തിനാ? അറിവിനായി. ആ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങണം. നമ്മളെ സുഷുപ്തിയിൽ അറിവുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. എന്നിട്ട് അതിന് പറ്റിയില്ലെങ്കിലോ ത്രിപുടി മുടിഞ്ഞ് നിൽക്കുന്ന ആ ഗുരുജനങ്ങളുടെ ആ ഋഷിമുനിമാരുടെ സേവയിൽ മൂർത്തിയെ നിർത്തിയിടണം. നമ്മുടെ സേവ എന്താ? സേവ എന്ന് പറഞ്ഞാൽ എന്താ? അവരെഴുതി വെച്ചിരിക്കുന്ന ബുക്കുകൾ പഠിച്ചിട്ട് അറിവുണ്ടാക്കുക. എന്നിട്ട് എന്താ? ആ ഒരു ഓംകാരത്തിൽ നമ്മുടെ മനസ്സിനെ നിർത്താൻ പഠിക്കണം. ഓംകാരം ഹ്രീംകാരത്തിലൂടെ, ഹ്രീംകാരം പല പല അകാര ഉകാരം അകാരങ്ങളിലൂടെ ഹ്രീം എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രം ഈ പറഞ്ഞ സൃഷ്ട പ്രപഞ്ചത്തെ ഉണ്ടാക്കുകയും അത് തിരിച്ചു ലയിപ്പിക്കുകയും ചെയ്യുന്നു. ആ എന്താ പറയാ പഞ്ച അക്ഷരങ്ങൾ, അതിനെയാണ് പഞ്ചമഹാ ബീജങ്ങൾ എന്ന് പറയുന്നത്. ആ ഐംകാരം, ഈംകാരം, ഓംകാരം എല്ലാം തന്നെ ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ ബീജ മന്ത്രങ്ങളായിട്ട് തിരിച്ചറിയണം. ഇതിന്റെ എല്ലാം പ്രഭവസ്ഥാനം ഓംകാരമാണെന്ന് തിരിച്ചറിയണം. ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ ഈ ഓംകാരത്തെ, പ്രണവത്തെ ജപിച്ച്, ഹ്രീങ്കാരത്തെ ജപിച്ച് ഈ പറഞ്ഞ എല്ലാ ദർശന പുണ്യങ്ങളും, ബാഹ്യമായിട്ട് കിട്ടുന്ന ദർശന പുണ്യങ്ങളെല്ലാം തന്നെ ഈ ജപത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം. എന്താ? ആ ഉറങ്ങിയാൽ പിന്നെ നമ്മൾ എന്താ? ഉണരുന്നത് എവിടെയോട്ടായിരിക്കും? ഈ പറഞ്ഞ ആത്മജ്ഞാനത്തിലേക്കായിരിക്കും നമ്മൾ ഉണരുന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം അതിന് വേണം നമുക്ക്. അതോ ഭഗവാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ എനിക്കിന്ന് ഭയങ്കര തലവേദനയാണ്, പക്ഷെ ഒരു കാരണവശാൽ ഇന്ന് നിർത്തണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഛർദിക്കാൻ വരുന്നു, തലവേദന എടുക്കണു, ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഒരു വാക്കുകൾ പറഞ്ഞ് നിർത്തുകയാണ്. ഗുരുദേവന്റെ വാക്കുകൾ. അതും ഇതുമല്ല സത്ത്. എന്താണ്? അതല്ല ഇതല്ല. സത് അർത്ഥമല്ല. എന്താ? അത് അർത്ഥമല്ല, പദാർത്ഥങ്ങളൊന്നുമല്ല. അഹം ഞാനെന്ന് പറയുന്ന ബോധം സച്ചിത് അമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി സത് അസത് ഇതി പ്രതിപത്തി അറ്റ. പറയുമ്പോ തന്നെ നന്നായിട്ട് മനസ്സിലാവും. സത്ത് എന്താണ്? സത്ത് ഓം എന്ന് മൃദുവായി മൃദുവായി അമർന്നിടേണം. ഇത് ഗുരുദേവന്റെ എന്താ പറയാ ആ ഒരു ഏറ്റവും പ്രചോദനം നൽകുന്ന, ഏതൊരു ജീവനെയും ഉയർത്താൻ പ്രചോദിപ്പിക്കുന്ന ആ മന്ത്രം നമുക്ക് ജപിക്കാം. അതും ഇതുമല്ല സദഹമല്ല സച്ചിത് അമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി സത് അസത് ഇത് പ്രതിപത്തിയേറ്റ സത്ത ഓം എന്ന് മൃദുവായി മൃദുവായി അമർന്നിടണം. എല്ലാവർക്കും ഈ പറഞ്ഞ സത്യത്തെ ഉണരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് നിർത്താം. നാളെ നമുക്ക് രാമഹൃദയം തുടങ്ങാം. ഓം ശ്രീമാത്രേ നമഃ.